സ്ക്രീൻ ഷെയർ ചെയ്യുന്നു. സോ നിങ്ങൾക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ആരെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? എന്നാലേ എനിക്ക് അറിയാൻ പറ്റത്തുള്ളൂ. സ്ക്രീൻ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഓക്കെ പ്രസന്ന. ഓക്കെ, നമ്മള് നേരത്തെ രാവിലത്തെ ക്ലാസ്സിൽ കുറച്ച് നമ്മൾ ലാസ്റ്റ് ഓടിച്ചിട്ടാ പോയത്. കുറച്ച് പോർഷൻ നമ്മൾ സ്കിപ്പ് ചെയ്തു. നമ്മള് ഏൻഷ്യന്റ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിനെ പറ്റിയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോ അതിനകത്ത് നമ്മള് തക്ഷശില, നളന്ദ, വല്ലഭി അതൊക്കെ പറഞ്ഞു. പക്ഷെ മിഥില ഇനി കുറച്ച് ഏൻഷ്യന്റ് യൂണിവേഴ്സിറ്റീസും കൂടെ ഉണ്ട്. അതും കൂടി നമുക്കൊന്ന് ഓടിച്ച് പറയാം. അതിനുശേഷം ഇന്നത്തെ മെയിൻ ടോപ്പിക്കിലോട്ട് നമുക്ക് പോവാം. മിഥില എന്ന് പറഞ്ഞാല് ഇപ്പോഴത്തെ പ്രസന്റ് ഡേ ബീഹാറിലാണ് മിഥില ഉണ്ടായിരുന്നത്. ഇറ്റ് ഈസ് എ പ്രൊമിനന്റ് സീറ്റ് ഓഫ് ബ്രാഹ്മിക്കൽ എഡ്യൂക്കേഷൻ. അതായത് ബ്രാഹ്മിക്കൽ എഡ്യൂക്കേഷന് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് കൊടുത്ത യൂണിവേഴ്സിറ്റീസിൽ ഒന്നാണ് മിഥില എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഓൾസോ നോൺ ആസ് വിദേഹ എന്നും നമ്മളുടെ ഈ യൂണിവേഴ്സിറ്റി അറിയപ്പെട്ടിരുന്നു. ദെൻ ഫേമസ് പോയിറ്റ്, അതായത് വിദ്യാപതി എന്ന് പറയുന്ന ഫേമസ് പോയിറ്റ് മിഥിലയുടെ സ്കോളർ ആയിരുന്നു. പിന്നെ ജയദേവൻ അല്ലെങ്കിൽ ജയ്ദിയോ എന്നറിയപ്പെടുന്ന സംസ്കൃത പോയിറ്റ്, അദ്ദേഹമാണ് ഈ ഗീതാ ഗോവിന്ദം എഴുതിയത്. അപ്പോൾ അദ്ദേഹവും മിഥിലയിലെ സ്കോളേഴ്സ് ആയിരുന്നു. ഈ ഗീതാ ഗോവിന്ദത്തില് പറയുന്നതെന്ന് പറഞ്ഞാല് നമ്മുടെ കൃഷ്ണന്റെയും രാധയുടെയും ലവ് സ്റ്റോറിനെ പറ്റിയാ പറയുന്നത്. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാല് ഫ്രം 12th century to 15th century, besides literature and fine arts, സയന്റിഫിക് സബ്ജക്ട്സ് വേർ ഓൾസോ ടോട്ട്. ലൈക്ക് ലിറ്ററേച്ചറും ഫൈൻ ആർട്സും മാത്രമല്ലാതെ എന്തൊക്കെ ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ടായി? ഇവിടെ സയൻസ് സബ്ജക്ട്സും ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ടായി. ഇനി പറയാൻ പോകുന്ന 3 പോയിന്റ്സ് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഞാൻ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ മാക്സിമം നോട്ട് എഴുതി വെക്കാൻ നോക്കുക. കാരണം ലാസ്റ്റ് മിനിറ്റിൽ നിങ്ങൾ ഇത് പഠിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരുപാട് PDF ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒന്നും ക്യാച്ച് ചെയ്യാൻ പറ്റത്തില്ല. സോ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാല് ദർ വാസ് എ ന്യായശാസ്ത്ര ആൻഡ് തർക്കശാസ്ത്ര. ഈ ന്യായശാസ്ത്ര എന്ന് പറഞ്ഞാല് ലോജിക്കാണ്, ലോജിക്കിനെ പറ്റിയാ പറയുന്നത്. തർക്കശാസ്ത്ര എന്ന് പറഞ്ഞാല് ആർഗ്യുമെന്റ്സ് എങ്ങനെ ഉണ്ടാക്കുന്ന, ഡിബേറ്റ്സ് എങ്ങനെ ഉണ്ടാക്കുന്ന, അതിനെ പറ്റിയാണ് തർക്കശാസ്ത്ര പറയുന്നത്. സോ രണ്ടാമത്തത് ഗംഗേഷ് ഉപാധ്യായ ഫൗണ്ടഡ് സ്കൂൾ ഓഫ് ന്യൂ ലോജിക്, നവ്യന്യായ. ഈ ഒരു പോയിന്റ് നിങ്ങൾ ഇതുപോലെ പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഗംഗേഷ് ഉപാധ്യായ മിഥിലയില് ഒരു ന്യൂ സ്കൂൾ ഓഫ് ലോജിക് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരാണ് നവ്യന്യായ. Then the third point is epoch making work named തത്വചിന്താമണി had been written here. ഈ മിഥിലനെ പറ്റി പറയുന്ന സമയത്ത് തത്വചിന്താമണിയെ പറ്റി നമ്മൾ പറയണം. അത് മെയിൻ ആയിട്ട് ഫിലോസഫിയാണ്. ഇന്ത്യൻ ഫിലോസഫിയാണ് തത്വചിന്താമണിയിൽ പ്രധാനമായിട്ട് പറയുന്നത്. അപ്പോൾ ഞാൻ ഈ റെഡ് ചെയ്തിരിക്കുന്ന പോയിന്റ്സ് ഒക്കെ നിങ്ങൾ കുറച്ച് സ്ട്രെസ് കൊടുത്ത് പഠിക്കണം. ഓക്കെ, അതായത് തത്വചിന്താമണി, നവ്യനായ, വിദ്യാപതി, പിന്നെ ജയദേവൻ, അങ്ങനെ ലൈക്ക് എന്താ ഗീതാ ഗോവിന്ദം, അങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് സ്ട്രെസ് ചെയ്ത് പഠിക്കാം. സോ നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോകാം. ഇത് അധികം നിങ്ങൾ സ്ലൈഡ്സിൽ കാണത്തില്ല, പക്ഷെ ഞാൻ റെഫർ ചെയ്തത് KVS മാഡന്റെ ബുക്കാണ്. അപ്പൊ അതിനകത്ത് ഉണ്ടായിരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് നാദ്യ, വിച്ച് വാസ് സിറ്റുവേറ്റഡ് ഇൻ വെസ്റ്റ് ബംഗാൾ. ഇറ്റ് വാസ് ഫോർമർലി നോൺ ആസ് നവദ്വീപ് എന്നാണ് ഈ യൂണിവേഴ്സിറ്റിനെ ആദ്യം അറിയപ്പെട്ടിരുന്നത്. ആൻഡ് ഗംഗയുടെയും ജലങ്കിയുടെയും ഒരു കോൺഫ്ലുവൻസിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിരുന്നത്. ഗംഗാനദിയും ജലങ്കി നദിന്റെയും കോൺഫ്ലുവൻസിൽ. എഡ്യൂക്കേഷൻ ഇമ്പാർട്ടഡ് നവതി, ചാന്ദിപൂർ ആൻഡ് ഗോപാൽപുര. നോൺ ഫോർ ലോജിക്, ലിറ്ററേച്ചർ ആൻഡ് ഫിലോസോഫിക്കൽ ഡിബേറ്റ്സ്. ഇതിനകത്ത് പ്രധാനമായിട്ടും പഠിച്ചിരുന്നത് ലോജിക്കൽ, ലിറ്ററേച്ചർ, പിന്നെ ഫിലോസഫീസ് ആണ്. പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്കോളേഴ്സ് എന്ന് പറഞ്ഞാല് രഘുനാഥ ശിരോമണി, പിന്നെ രഘുനാഥ ശിരോമണി വിച്ച് ഇസ് എ റിവർബറേഷൻ ഓഫ് ജയദേവസ് ഗീതാ ഗോവിന്ദം. നമ്മൾ മുന്നേ മിഥിലയിൽ പഠിച്ച ജയദേവൻ അല്ലെങ്കിൽ ജയ്ദിയോന്റെ ഗീതാ ഗോവിന്ദത്തിന്റെ ഒരു റിവർബറേഷൻ നമുക്ക് രഘുനാഥ ശിരോമണിയിൽ കാണാം. Then the next one is Ujjain, which is situated in Madhya Pradesh. ഇതിനകത്ത് കുറച്ച് സെക്യുലർ ലേണിംഗ് ആണ് അവർ പ്രൊമോട്ട് ചെയ്തിരുന്നത്. അതായത് സെക്യുലറിസം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ, അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ.
നോട്ടബ്ലി നോൺ ഫോർ മാത്തമാറ്റിക്സ് ആൻഡ് അസ്ട്രോണമി. ഇവിടെ കൂടുതലായിട്ടും പഠിപ്പിച്ചിട്ടുള്ളത് കണക്കും അസ്ട്രോണമിയാണ്. ആൻഡ് ഏൻഷ്യൻ സ്കോളേഴ്സ് ലൈക്ക് വരാഹമിഹിര, ബ്രഹ്മഗുപ്ത ആർ ലിങ്ക് ടു ഉജ്ജയിൻ. അതായത് ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്കോളേഴ്സ് വേറെ 2 സ്കോളേഴ്സ് ആണ്, വരാഹമിഹിരനും ബ്രഹ്മഗുപ്തനും. ഓക്കെ, ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇത് എവിടെയാ സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത്, ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സ്കോളേഴ്സ്, എന്തൊക്കെയാ സബ്ജക്ട്സ് പ്രധാനമായിട്ടും പഠിപ്പിച്ചിരുന്നത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് വൺ ഇസ് ഒഡന്തപുരി. ഒഡന്തപുരി ബീഹാറിലാണുള്ളത്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത് പാല ഡൈനസ്റ്റിയാണ്. അപ്പം ഏത് ഡൈനസ്റ്റിയാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തത്, അങ്ങനെ ക്വസ്റ്റ്യൻ വരാം, വിച്ച് ഇസ് ഇമ്പോർട്ടൻറ്റ്. Though not as famous as Nalanda or Vikram Shila, it housed 1000 monks and students. അതായത് നളന്തയെ പോലെ വിക്രംശിലയെ പോലും അത്ര ഫേമസ് അല്ലെങ്കിലും ഏകദേശം 1000ഓളം മങ്സിനെയും സ്റ്റുഡൻസിനെയും ഇവിടെ അക്കോമഡേറ്റ് ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് ഓൾസോ അട്രാക്റ്റഡ് ടിബറ്റൻ സ്റ്റുഡൻസ്. അതായത് ടിബറ്റൻ എന്നുള്ള സ്റ്റുഡൻസിനെ ഇത് കൂടുതലായിട്ടും അട്രാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ദേ ടോട്ട് ബുദ്ധിസം, ബുദ്ധിസ്റ്റ് മൊണാസ്റ്റിക് യൂണിവേഴ്സിറ്റി വിത്ത് റിലീജിയസ് എഡ്യൂക്കേഷൻ. അതായത് പ്രധാനമായിട്ടും ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ ആണ് ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ദ നെക്സ്റ്റ് വൺ ഇസ് അബൌട്ട്, ഇതിനകത്ത് ഒഡന്തപുരിയിൽ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ പാല ഡൈനാസ്റ്റിക്ക് മുന്നേ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബുദ്ധിസ്റ്റ് മൊണാസ്റ്റിക് യൂണിവേഴ്സിറ്റിയാണ്. ഇതാണ് നിങ്ങൾ ഇതിനകത്ത് പ്രധാനമായിട്ടും നോട്ട് ചെയ്ത് വെക്കേണ്ടത്. ദെൻ ജഗദാല. ജഗദാല യൂണിവേഴ്സിറ്റിയെ പറ്റി പറയുന്ന സമയത്ത് it is founded by Pala, king of Ramapala. ഇത് ജഗദാല യൂണിവേഴ്സിറ്റി ഫൗണ്ട് ചെയ്തത് കിങ് രാമപാലയാണ് ഓഫ് പാല ഡൈനാസ്റ്റി. ഇറ്റ് ഫംഗ്ഷൻ ഫോർ 100 years as a ബുദ്ധിസ്റ്റ് എഡ്യൂക്കേഷൻ സെന്റർ. ഇവിടെയും കൂടുതലായിട്ട് ബുദ്ധിസം ആണ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന ടെക്സ്റ്റ് ഒക്കെ എന്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ടിബറ്റിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആൻഡ് ലാസ്റ്റ് പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഡിസ്ട്രോയ് ചെയ്തത്. പക്ഷെ ഇവിടെ ഭക്തി അർക്കിൽജി എല്ലാം ഡിസ്ട്രോയ് ചെയ്തിട്ടുള്ളത്, വേറെ ആരും. സോ ഇത് ഞാൻ രാവിലെ തന്നെ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ വളരെ സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ട ഒരു പോർഷൻ ആണ്. ഇത് കഴിഞ്ഞ ഞാൻ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്ന സമയത്ത് ഇത് മാത്സ് ദ ഫോളോയിങ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഏതാ ചോദിച്ച, കെമിസ്ട്രി നാഗാർജുന, ദെൻ മെഡിസിൻ ചരക, പിന്നെ യോഗ പതഞ്ജലി അറിഞ്ഞാൽ തന്നെ ബാക്കി എങ്ങനെയെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് നിങ്ങൾ നല്ലതായിട്ട് പഠിക്കണം. ഫിസിക്സ്, കണാദൻ, അറ്റോമിക് തിയറി, ഇത് എന്തായാലും നോട്ട് ചെയ്ത് പഠിക്കണം, മിക്കവാറും ചോദിക്കും. സോ ഇതാണ് നമ്മൾ രാവിലെ മിസ് ചെയ്ത പോർഷൻ. ഇതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ടോ ഉണ്ടെങ്കിൽ പ്ലീസ് ഫീൽ ഫ്രീ ടു റീച്ച് ഔട്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ മെയിൻ ടോപ്പിക്കിലോട്ട് പോകാം. സോ ഇപ്പോ ഈ സ്ലൈഡ് എല്ലാവർക്കും വിസിബിൾ ആണോ? എല്ലാവർക്കും കാണാൻ പറ്റുമോ? ഇതാണ് നമ്മൾ നടക്കാൻ ഓക്കെ ഇതാണ് നമ്മൾ നടക്കാൻ പോകുന്ന ടോപ്പിക്. ഇതിനകത്ത് നമ്മൾ മേജറായിട്ടും കവർ ചെയ്യാൻ പോകുന്ന പോർഷൻസ് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്താണ് ബ്രിട്ടീഷ് റോൾ ഇൻ പ്രൊമോട്ടിംഗ് എഡ്യൂക്കേഷൻ, പിന്നെ ഏർലി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ടഡ് ബൈ ദി ബ്രിട്ടീഷ്, മിഷണറി റോൾ ഇൻ എഡ്യൂക്കേഷൻ, ചാർട്ടർ ആക്ട്, വുഡ്സ് ഡെസ്പാച്ച്, ഹണ്ടർ കമ്മീഷൻ, then Mudliar Commission, University Education Commission, National Education Commission, അതായത് കോത്താരി കമ്മീഷൻ, കോത്താരി കമ്മീഷന്റെ റെക്കമെൻഡേഷൻ, ദെൻ ജ്ഞാന കമ്മിറ്റി, സാമ്പത്തിക കമ്മിറ്റി, യശ്പാൽ കമ്മിറ്റി, ഇതൊക്കെ നമ്മൾ മാക്സിമം ഇന്ന് കവർ ചെയ്യാൻ നോക്കും. ഓക്കെ, നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന എവല്യൂഷൻ ഓഫ് ഹയർ ലേണിംഗ് ആൻഡ് റിസർച്ച് ഇൻ പ്രീ ഇൻഡിപെൻഡൻസ് ഇന്ത്യ. ഇതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്ന ടോപ്പിക്. അതായത് ഇന്ത്യയില്, അതായത് പ്രീ ഇൻഡിപെൻഡൻസ് ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഉണ്ടായിരുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ബ്രിട്ടീഷ് റൂൾ, ബിഫോർ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുന്നേ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. സോ ഇന്ത്യ ഹാഡ് ഇറ്റ്സ് ഓൺ ട്രഡീഷണൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. ഞാനിത് വരയ്ക്കാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ക്ലാസ് റെക്കോർഡ് ചെയ്തതുകൊണ്ട് ഈ PPT ഒരു അലങ്കോലമായി പോകും, അതുകൊണ്ട് വരയ്ക്കാത്ത. പിന്നെ സ്ലൈഡ് മൂവ് ചെയ്യാനും പാടാണ്.
ഫസ്റ്റ് വൺ ഇന്ത്യ ഹാഡ് ഇറ്റ്സ് ഓൺ ട്രഡീഷണൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. ഇന്ത്യയിൽ അതിൻ്റെതായ ഒരു ട്രഡീഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ടായിരുന്നു. ഫസ്റ്റ് വൺ ഈസ് ഗുരുകുല, സെക്കൻഡ് വൺ ഈസ് മദ്രസ. നമ്മൾ രാവിലെ ഗുരുകുലങ്ങളെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഒരു ഗൃഹസ്ഥനായ അല്ലെങ്കിൽ ഫാമിലിയോടൊപ്പം ജീവിച്ചു പോകുന്ന ഒരു ഗുരുവിന്റെ അണ്ടറിൽ കുട്ടികൾ വന്ന് പഠിക്കുന്ന സിസ്റ്റം, അതാണ് ഗുരുകുല സമ്പ്രദായം. പിന്നെ മദ്രസകൾ ഉണ്ടായിരുന്നു. മദ്രസ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇസ്ലാമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അവിടെ റിലീജിയസ് ടീച്ചിങ്സിനെ പറ്റിയാണ് പഠിപ്പിക്കുന്നത്. അറബിക് പഠിപ്പിക്കും, ഖുറാൻ പഠിപ്പിക്കും, ലോ പഠിപ്പിക്കും. അതായത് മുസ്ലിം റിലേറ്റഡ് ലോസും മദ്രസകളിൽ പഠിപ്പിക്കും. ദീസ് സിസ്റ്റം ആർ റൂട്ടഡ് ഇൻ ഇന്ത്യൻ ട്രഡീഷൻ, റിലീജിയൻ ആൻഡ് ഓറൽ ലേണിംഗ് മെത്തേഡ്സ്. നമ്മൾ രാവിലെ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓറൽ ലേണിംഗ് മെത്തേഡ്സ് ആണ് കൂടുതലായിട്ടും ഫോളോ ചെയ്യുന്നത്. ബിക്കോസ് അന്ന് ടെക്സ്റ്റ് യൂസ് കുറവായിരുന്നു, പ്രിന്റഡ് മെറ്റീരിയൽസ് ഇല്ലായിരുന്നു. സോ നെക്സ്റ്റ് എന്ന് പറഞ്ഞാല് ആരാണ് ഇന്ത്യയിൽ മോഡേൺ എഡ്യൂക്കേഷൻ സിസ്റ്റം എന്ത് ചെയ്തത്, കൊണ്ടുവന്നത്? മോഡേൺ എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ കൊണ്ടുവന്നത് എപ്പോഴാണ്? ബ്രിട്ടീഷുകാരുടെ സമയത്താണ് കൊണ്ടുവന്നത്. മോഡേൺ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻ ഇന്ത്യ സ്റ്റാർട്ടഡ് ഡ്യൂറിംഗ് ബ്രിട്ടീഷ് റൂൾ. ദർ വേർ 3 മെയിൻ ഏജന്റ്സ് ഇൻവോൾവ് ഇൻ ബ്രിങ്ങിങ് ദിസ് ചേഞ്ച്. അതായത് 3 പ്രധാനപ്പെട്ട ഏജന്റുമാരായിരുന്നു ഉണ്ടായിരുന്നത് എന്തിന്, മോഡേൺ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത്. ഫസ്റ്റ് വൺ ഈസ് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഓർ ഈസ്റ്റ് ഇന്ത്യ കമ്പനി. സെക്കൻഡ് വൺ ഈസ് ക്രിസ്ത്യൻ മിഷണറീസ്. തേർഡ് വൺ ഈസ് ഇന്ത്യൻ റിഫോമേഴ്സ് ആൻഡ് ഇന്റലക്ച്വൽസ്. അതായത് ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്തിനു കൊണ്ടുവന്നെന്ന് പറഞ്ഞാല് ഇന്ത്യ ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള രാജ്യമാണ്, ഒരുപാട് ലാംഗ്വേജ് ഉണ്ട്, ഒരുപാട് കൾച്ചർ ഉണ്ട്. അപ്പൊ ബ്രിട്ടീഷുകാര് നമ്മുടെ അവിടുത്തെ ലാംഗ്വേജ് പഠിച്ച് ഇവിടെ ഗവേൺ ചെയ്യുന്ന വളരെ ടഫ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അവർക്ക് എന്ത് വേണം? നേറ്റീവ് ലാംഗ്വേജ് അറിയാവുന്ന, അതുപോലെ ഇംഗ്ലീഷ് അറിയാവുന്ന ആൾക്കാരെ വേണം. അതിന് വേണ്ടിയിട്ട് അവരെന്ത് വിചാരിച്ചു? അവർക്ക് എഡ്യൂക്കേഷൻ കൊടുത്താൽ ഇവർ അഡ്മിനിസ്ട്രേഷനിൽ എത്തിക്കാം. അതുപോലെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെ അഡ്മിനിസ്ട്രേഷന് കുറച്ച് ഹെൽപ്പ് ചെയ്യാൻ പറ്റും, കുറച്ചുകൂടെ ട്രേഡ് ഒക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും അപ്രൈസിങ്, അതായത് എന്തെങ്കിലും റിവോൾട്ട്സ് ഉണ്ടായാൽ അതിനെ സപ്രസ് ചെയ്യാൻ പറ്റും. നേറ്റീവ് ലാംഗ്വേജ് അറിഞ്ഞിട്ടല്ലേ കാര്യമുള്ളൂ. ദെൻ സെക്കൻഡ് വൺ ഈസ് ക്രിസ്ത്യൻ മിഷണറീസ്. അവർക്ക് ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. സോ അവർ എഡ്യൂക്കേഷനെ ഒരു മീഡിയമായിട്ട് പരിഗണിച്ച് എന്ത് ചെയ്തു? എഡ്യൂക്കേഷന്, വെസ്റ്റേൺ എഡ്യൂക്കേഷനെ ഇമ്പാർട്ട് ചെയ്യാൻ ശ്രമിച്ചു. ദെൻ ദ തേർഡ് വൺ ഈസ് ഇന്ത്യൻ റിഫോമേഴ്സ് ആൻഡ് ഇന്റലക്ച്വൽ. അതായത് നവോത്ഥാന നായകന്മാർ. അതായത് ഫോർ എക്സാമ്പിൾ ഇന്ത്യയിൽ കുറച്ച് കുറച്ച് റിഗ്രസീവ് ആയിട്ടുള്ള ആചാരങ്ങൾ ഉണ്ടായിരുന്നു, അതായത് സതി, ബാലികാ വിവാഹം, അതൊക്കെ. അപ്പം ഇതൊക്കെ സ്റ്റിൽ കണ്ടിന്യൂ ചെയ്തു പോയ ഇന്ത്യ എവിടെ എത്തത്തില്ലെന്നുള്ള ബോധം അവർക്കുണ്ടായിരുന്നു. സോ അവരെന്ത് ചെയ്തു? ദേ ബിലീവ്ഡ് ഇൻ മോഡേണൈസേഷൻ ആൻഡ് വർക്ക് ടു ഇംപ്രൂവ് സൊസൈറ്റി ത്രൂ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷനിലൂടെ സൊസൈറ്റിയെ മാറ്റാൻ പറ്റുമെന്ന് അവർ വിചാരിച്ചു. സോ ദാറ്റ് ഈസ് അബൌട്ട് ദി ഏജൻസ്. വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. സോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. വാട്ട് ഈസ് ദ ബ്രിട്ടീഷ് പ്രൊമോട്ട് എഡ്യൂക്കേഷൻ? എന്തിനാണ് ബ്രിട്ടീഷുകാരെ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്തത്? ഫസ്റ്റ് വൺ ഈസ് ദേ wanted Indians to help them with administration. Second one is to understand Indian customs and laws. Then third one is to spread Western ideology. അവരെ വിചാരം എന്തായിരുന്നു? ഇന്ത്യയിലെ ഇന്ത്യക്കാർ ഫോളോ ചെയ്യുന്ന സാധനങ്ങളൊക്കെ ഭയങ്കര ഔട്ട്ഡേറ്റഡ് ആണ്, കൊള്ളത്തില്ല, അല്ലെങ്കിൽ റിഗ്രസീവ് ആണ്, അല്ലെങ്കിൽ വെസ്റ്റേൺ ഐഡിയോളജിയാണ് സുപ്രീം എന്നുള്ളൊരു വിചാരം അവർക്കുണ്ടായിരുന്നു. അതിന് ഈ ഒരു 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ദേ പ്രൊമോട്ടഡ് ബ്രിട്ടീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ. സോ ഇപ്പോ ഇനി ഞാൻ പറയാൻ പോകുന്ന ഈ റെഡിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് നിങ്ങൾ സ്ട്രെസ് ചെയ്ത് പഠിക്കണം. ഫസ്റ്റ് വൺ എന്താ ഇത് പറയുന്നത് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയാണ് പറയുന്നത്. In 1781, Warren Hastings started the Calcutta Madrasa to teach Muslim law. അതായത് 1781 വാറൻ ഹേസ്റ്റിങ്സ് കൽക്കട്ട മദ്രസ എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്തിനു വേണ്ടി? മുസ്ലിം ലോസ് പഠിപ്പിക്കാൻ വേണ്ടി, അതായത് ശരിയ ലോസ് ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു. സെക്കൻഡ് വൺ ഇൻ 1791, ജൊനാഥൻ ഡങ്കൻ എസ്റ്റാബ്ലിഷ് സംസ്കൃത് കോളേജ് ഇൻ വാരാണസി ടു പ്രൊമോട്ട് ഹിന്ദു ലോ ആൻഡ് ഫിലോസഫി. അപ്പോൾ ഈ 2 ഇയറും ഈ 2 വ്യക്തികളെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. അവരെന്താ എസ്റ്റാബ്ലിഷ് ചെയ്തത്? അതായത് വാറൻ ഹേസ്റ്റിങ്സ് കൽക്കട്ട മദ്രസ എസ്റ്റാബ്ലിഷ് ചെയ്തു, ജൊനാഥൻ ഡങ്കൻ സംസ്കൃത കോളേജ് എസ്റ്റാബ്ലിഷ് ചെയ്തു. എന്തിനു വേണ്ടി? ഹിന്ദു ലോ ആൻഡ് ഫിലോസഫി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി. സോ നമ്മുടെ മിഷണറീസിന്റെ റോള് നമ്മൾ മുന്നേ പറഞ്ഞതാണ്. അവർക്ക് വെസ്റ്റേൺ ഐഡിയോളജി ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്തു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന പറഞ്ഞാല് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ആക്ട്സിൽ ഒന്ന്, മീൻസ് ബ്രിട്ടീഷുകാരുടെ സമയത്ത് അവർ കൊണ്ടുവന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ആക്ട്സിൽ ഒന്നായ ചാപ്റ്റർ ആക്ട് ആണ്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കും. So this was the first time the British government took responsibility for promoting education in India. അതായത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യക്കാരെ പഠിപ്പിക്കണം എന്നുള്ള ഒരു ഇതില് ആദ്യമായിട്ട് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന ചാർട്ടർ ആക്ട് ഓഫ് 1813 പ്രകാരം ഈ ഇയർ നിങ്ങൾ പഠിക്കണം. ഇതിനകത്ത് പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാല്
ഇറ്റ് മാർക്ക് ദ ബിഗിനിങ് ഓഫ് ഫോമൽ സ്റ്റേറ്റ് ഇൻവോൾവ്മെന്റ് ഇൻ എഡ്യൂക്കേഷൻ. അതായത് ഗവൺമെന്റ് നേരിട്ട് ഇടപെട്ടു എന്തിൽ ഇന്ത്യക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യാന്ന് പറയുന്ന ഒരു കാര്യത്തിൽ. സോ ഇന്ന് മൂന്നാമത്തെ പോയിന്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് they said 1 lakh should be allocated annually for education. അതായത് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് 1 ലക്ഷം രൂപ മാറ്റി വെക്കണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായി. പക്ഷെ ഈ 1 ലക്ഷം അവർ കറക്റ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് ഇന്ത്യയിൽ 2 ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഒന്ന് ആംഗ്ലസിസ്റ്റും ഒന്ന് ഓറിയന്റലിസ്റ്റ് എന്ന് പറയും. ഓറിയന്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർ ട്രഡീഷണൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷനിൽ വിശ്വസിച്ചിരുന്ന ആൾക്കാരാണ്. അതായത് ഇന്ത്യ എന്താണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെ ഫോളോ ചെയ്യാൻ നോക്കും. പിന്നെ രണ്ടാമത്തത് ആംഗ്ലസിസ്റ്റ്. അവരെന്താ വിശ്വസിച്ചിരുന്നത്? ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ കൊടുക്കണം, അതാണ് അടിപൊളി എന്ന് വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് ഈ ഒരു കോൺഫ്ലിക്റ്റ് കാരണം ഈ ഫണ്ട് കറക്റ്റ് ആയിട്ട് അലോക്കേറ്റ് ചെയ്യാനും പറ്റിയില്ല, യൂസ് ചെയ്യാൻ പറ്റിയില്ല. സോ ദിസ് ഇസ് അബൌട്ട് ചാർട്ട്. ഇതിന്റെ ഇയറും 1 lakh rupees സ്റ്റേറ്റ് ഇൻവോൾവ്മെന്റും നോട്ട് ചെയ്ത് വെക്കാം. സോ നെക്സ്റ്റ് വൺ ഇസ് മക്കോളേസ് മിനിറ്റ് ഓൺ ഇന്ത്യൻ എഡ്യൂക്കേഷൻ. ഇതിനകത്ത് ഇയർ ഇമ്പോർട്ടന്റ് ആണ്, വിച്ച് ഇസ് 1835. സോ തോമസ് ബാബിംഗ്ടൺ മക്കോളെ സ്ട്രോങ്ലി സപ്പോർട്ടഡ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ. അതായത് മക്കോളെ എന്ത് ചെയ്തു? ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്തു. അദ്ദേഹം എഴുതിയ മിനിറ്റ്സിനെ പറയുന്ന പേരാണ് മിനിറ്റ്സ് അപ്പോൺ ഇന്ത്യൻ എഡ്യൂക്കേഷൻ. എന്താണ് മിനിറ്റ്സ് അപ്പോൺ ഇന്ത്യൻ എഡ്യൂക്കേഷൻ? സോ അദ്ദേഹം എന്തിനാണ് അദ്ദേഹത്തിന് എന്തിനാണ് നിയമിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദർ വാസ് എ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ഓറിയന്റലിസ്റ്റ് ആൻഡ് ആംഗ്ലസിസ്റ്റ്. ഇവർ തമ്മിൽ ഒരു അടി ഉണ്ടായിരുന്നു. ഇത് റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ഇയാളെ നിയമിച്ചത്. ആൻഡ് ഹി ബിലീവ്ഡ് ഇന്ത്യൻ ട്രഡീഷണൽ നോളജ് വാസ് ഇൻഫീരിയർ, കോളിംഗ് ഇറ്റ് ഡിഫക്റ്റീവ് അൺഹോളി. ഈ പുള്ളിക്കാരൻ വിശ്വസിച്ചിരുന്നെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം ഡിഫക്റ്റീവ് ആണ്, അൺഹോളി ആണ്, ഔട്ട്ഡേറ്റഡ് ആണ്, ഒന്നിനും കുഴപ്പമില്ല, അങ്ങനെ വിശ്വസിച്ചിരുന്ന ഒരാളാണ്. സോ ഹി പ്രപ്പോസ് ദി തിയറി കോൾഡ് ഇൻഫിൽട്രേഷൻ തിയറി. അപ്പം ഇതൊക്കെ മാറ്റാൻ വേണ്ടി പുള്ളിക്കാരൻ എന്ത് പറഞ്ഞു? ഒരു ഇന്ത്യയിലെ കുറച്ച് ആൾക്കാരെ, അതായത് അപ്പർ മിഡിൽ ക്ലാസ്സിലുള്ള കുറച്ച് ഇന്ത്യൻസിന് എടുത്തിട്ട് അവർക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുക, അതായത് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ കൊടുക്കുക. വെസ്റ്റേൺ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അവര് ബാക്കിയുള്ളവർക്കും കൂടി ഈ എഡ്യൂക്കേഷൻ ഇമ്പാർട്ട് ചെയ്യും എന്നുള്ള നിലയ്ക്കാവും അദ്ദേഹം വിശ്വസിച്ചു. ദാറ്റ് ഈസ് കോൾഡ് ഇൻഫിൽട്രേഷൻ തിയറി, which means educating a small number of upper and middle class Indians in English. These people would then influence the larger Indian society. പുള്ളിക്കാരൻ പറഞ്ഞ ഒരു ഡയലോഗാണ്, അതായത് കോട്ടയം he wanted to create Indians who were Indian in blood and color but English in taste, opinions, morals and intellect. അതായത് എന്താണ് ചോരയും ഇവരൊക്കെ എന്തായിരിക്കണം? ഇന്ത്യൻസ് ആയിരിക്കണം, പക്ഷെ അവരുടെ ഐഡിയോളജി, ടേസ്റ്റ്, ഒപ്പീനിയൻസ്, മോറൽസ് എല്ലാം ബ്രിട്ടീഷുകാരെ പോലെ ചിന്തിക്കുന്ന ആൾക്കാരായിരുന്നു അവർക്ക് വേണ്ടിയത്. ദാറ്റ് ഈസ് വൈ മക്കോളെ വാസ് മക്കളെ കൊണ്ടുവന്നത്. സോ ആ സമയത്ത്, അതായത് ബ്രിട്ടീഷുകാരുടെ സമയത്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ആണ് ഞാൻ കോളേജസ് ആണ് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത്. നിങ്ങൾ ഇയർ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഓക്കെ, Princeton College in Bombay. Second one is Calcutta Medical College. പിന്നെ 1850s ഒരു സീരീസ് ഓഫ് യൂണിവേഴ്സിറ്റീസ് അവർ കൊണ്ടുവന്നു, വിച്ച് ഇസ് കൽക്കട്ട, മദ്രാസ് ആൻഡ് ബോംബെ. ഈ കൽക്കട്ട, മദ്രാസ് ആൻഡ് ബോംബെ ക്രോണോളജിക്കൽ ഓർഡറിൽ ചോദിച്ചിട്ടുണ്ട്. ഇതിൽ ഏതാണ് ആദ്യം വന്നിട്ടുള്ളത് എന്ന് എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. അതിനൊരു കോഡ് ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. കൂൾ ബോയ്സ് മാർച്ച്ഡ് ഇൻടു എഡ്യൂക്കേഷൻ. അതായത് കൂൾ എന്ന് പറഞ്ഞാല് കൽക്കട്ട, ബി എന്ന് പറഞ്ഞാല് ബോംബെ, എം എന്ന് പറഞ്ഞാല് മദ്രാസ്. അപ്പൊ ഇതിന്റെ ഇയർ നിങ്ങൾ കറക്റ്റ് ഓർത്ത് വെക്കാം. സോ അടുത്ത പറയാൻ പോകുന്നത് പറഞ്ഞാല് വുഡ്സ് ഡെസ്പാച്ച് ആണ്. നമ്മള് വുഡ്സ് ഡെസ്പാച്ച് ഇതിന്റെ ഇയർ ഇമ്പോർട്ടന്റ് ആണ്, ഇയർ എല്ലാവരും പഠിക്കാം. പറ്റുമെങ്കിൽ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതി വെക്കുക. ഇമ്പോർട്ടന്റ് പോയിന്റും ഒരു സൈഡിൽ എഴുതി വെക്കുക, ഒരു ടേബിൾ ആക്കാൻ നോക്കാം. So it is known as the Magna Carta of English Education in India. എന്തിനാണ് Magna Carta of English Education എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാല്, നമുക്കറിയാം മാഗ്ന കാർട്ട എന്ന് പറഞ്ഞാല് ഒരു ഇംഗ്ലണ്ടില് കോൺസ്റ്റിറ്റ്യൂഷന് ഒരു ബേസ് കൊടുത്തതാണ് മാഗ്ന കാർട്ട 1815. അതുപോലെ ഇന്ത്യൻ എഡ്യൂക്കേഷന് ഒരു ഫൗണ്ടേഷൻ കൊടുത്തെന്ന് പറഞ്ഞാല് വുഡ്സ് ഡെസ്പാച്ച് ആണ്. ഇറ്റ് ലൈക്ക് ദ ഫൗണ്ടേഷൻ ഓഫ് ദി മോഡേൺ എഡ്യൂക്കേഷൻ സിസ്റ്റം അണ്ടർ ബ്രിട്ടീഷ് റൂൾ. It asked the British government to take up the responsibility of education of the Indian masses. അതായത് പുള്ളിക്കാരൻ വുഡ് ഡെസ്പാച്ച് പറഞ്ഞത് ഇത്ര മാത്രം, നിങ്ങൾ ഇന്ത്യക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള സോൾ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ ഏറ്റെടുക്കണം. They wanted Indians to be made suitable for British government. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു അഡ്മിനിസ്ട്രേഷന് സ്യൂട്ടബിൾ ആക്കി മാറ്റണം ആരെ? ഇന്ത്യക്കാരെ.
So he aimed to make Indians intellectually and morally fit to serve the British administration. അഡ്മിനിസ്ട്രേഷനെ കാര്യമായിട്ട് സെർവ് ചെയ്യുക, അതാണ് മെയിൻ ആയിട്ടും ഇന്ത്യക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള കാരണം. Then the recommendation, first one is secular education. അതായത് പുള്ളിക്കാരൻ ഇത് പറഞ്ഞു പറഞ്ഞാല് എന്താ ഗവൺമെന്റ് സ്കൂൾസ് റിലീജിയൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, അവര് എല്ലാരും ഒരുമിച്ച് പഠിക്കട്ടെ. ഇറ്റ്സ് എ ഗവൺമെന്റ് സ്കൂൾ ഷുഡ് നോട്ട് ടീച്ച് റിലീജിയൻ, സോ ഓൾ സ്റ്റുഡൻസ് കുഡ് ലേൺ ടുഗദർ. ഒരു പർട്ടിക്കുലർ റിലീജിയൻ മാത്രം പഠിപ്പിച്ചാൽ എല്ലാവർക്കും ഒരുമിച്ച് പഠിക്കാൻ താല്പര്യം ഉണ്ടാവില്ല. Then second one is promote Western knowledge using Indian languages for better understanding. അതായത് എന്ത് ചെയ്യണം, കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത്, അതായത് പ്രൈമറി ക്ലാസ്സിലൊക്കെ പരമാവധി എന്ത് യൂസ് ചെയ്യണം, നമ്മുടെ നേറ്റീവ് ലാംഗ്വേജസ് അല്ലെങ്കിൽ വെർണക്കുലർ ലാംഗ്വേജസ് യൂസ് ചെയ്യണം. അത് കൺസെപ്റ്റ് കുറച്ചുകൂടി കുട്ടികൾക്ക് മനസ്സിലാവാൻ ഏറ്റവും കൂടുതൽ അടിപൊളി ഏതാ, നേറ്റീവ് ലാംഗ്വേജ് പഠിപ്പിക്കുന്നതാണ്. Then the third one is use native or vernacular languages at school level and English for higher education. Higher educationലോട്ട് പോകുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഇംഗ്ലീഷിൽ പഠിപ്പിക്കാം. പക്ഷെ പ്രൈമറി ക്ലാസ്സുകളിൽ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ എന്തായിരിക്കും, അവരുടെ നേറ്റീവ് ലാംഗ്വേജിൽ പഠിപ്പിക്കുന്നതായിരിക്കും. സോ അത് കഴിഞ്ഞിട്ട് ഉള്ള പോയിന്റ് എന്ന് പറഞ്ഞാല് then to provide scholarship to support students who excel in academics. അതായത് നല്ലോണം പഠിക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കാം. അത് ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പഠിക്കുന്ന കുട്ടികൾക്ക് പൈസ മീൻസ് സ്കോളർഷിപ്പ് അല്ലെങ്കിൽ പൈസ കൊടുക്കാം. പിന്നെ അതിനകത്തുള്ള നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാല് എല്ലാ ഡിസ്ട്രിക്റ്റിലും അറ്റ്ലീസ്റ്റ് ഒരു ഗവൺമെന്റ് സ്കൂളെങ്കിലും വേണം. എൻഷുർ ദാറ്റ് അറ്റ്ലീസ്റ്റ് വൺ ഗവൺമെന്റ് സ്കൂൾ ഇൻ എവറി ഡിസ്ട്രിക്ട്. എല്ലാ ഡിസ്ട്രിക്റ്റിലും അറ്റ്ലീസ്റ്റ് ഒരു ഗവൺമെന്റ് സ്കൂളെങ്കിലും വേണം. പിന്നെ പ്രൈവറ്റ് സ്കൂളിന് ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് കൊടുക്കുക, ഗ്രാൻഡിങ് ചെയ്യണം, അതായത് മോണിറ്ററി സപ്പോർട്ട് കൊടുക്കാം. Then the sixth point is set up a Department of Public Instruction, അതായത് DPI in every province. എല്ലാ പ്രൊവിൻസിലും മീൻസ് മദ്രാസ്, കൽക്കട്ട, എല്ലാ പ്രൊവിൻസിലും, പ്രൊവിൻസ് ആയിട്ടായിരുന്നല്ലോ ബ്രിട്ടീഷുകാരുടെ സമയത്ത് ഇന്ത്യ ഉണ്ടായിരുന്നത്. അപ്പൊ എല്ലാ പ്രൊവിൻസിലും എന്ത് സ്ഥാപിക്കുക, ഡിപ്പാർട്ട്മെന്റ് ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ സ്ഥാപിക്കുക. എന്തിനു വേണ്ടി? ടു ഇൻസ്പെക്ട് സ്കൂൾസ് ആൻഡ് ടു ട്രെയിൻ ആൻഡ് ഗൈഡ് ടീച്ചേഴ്സ്. ടീച്ചേഴ്സിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇൻസ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യുക, DPI സ്ഥാപിക്കുക. Then they also supported women education. മുന്നേ വന്നിരുന്ന ആക്ട്സ് ഒന്നും വിമൻ എഡ്യൂക്കേഷൻ അത്ര സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. സോ വുഡ്സ് ഡിസ്പാച്ച് emphasized the importance of educating women, which was largely neglected before. പിന്നെ 8 point എന്ന് പറഞ്ഞാൽ വൊക്കേഷണൽ എഡ്യൂക്കേഷനും ഒരു അതായത് വൊക്കേഷണൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ജോബ് ഓറിയന്റഡ് ട്രെയിനിങ്, ഒരു സ്കിൽഡ് വർക്ക് ചെയ്യാൻ ഇന്ത്യക്കാരെ എനേബിൾ ചെയ്യും. Then the 9th one is teacher training. അതായത് നല്ലോണം കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ നല്ലോണം ട്രെയിൻ ചെയ്യപ്പെട്ട ടീച്ചേഴ്സ് ആണ്. സോ ഇറ്റ് റെക്കമെൻഡഡ് സെറ്റിംഗ് അപ്പ് ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇനി ലാസ്റ്റ് 10th പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രീവിയസ് ചെയ്യുന്ന സമയത്ത് ലൈക്ക് ഐ കേം അക്രോസ് ദിസ് വൺ. അപ്പൊ ഇതിനകത്ത് പറയുന്നത് ഇറ്റ് ഫോളോഡ് ദി മോഡൽ ഓഫ് ലണ്ടൻ യൂണിവേഴ്സിറ്റീസ് ടു എസ്റ്റാബ്ലിഷ് മോഡേൺ യൂണിവേഴ്സിറ്റീസ് ഇൻ ഇന്ത്യ. ഏത് യൂണിവേഴ്സിറ്റിയുടെ മോഡലിലാണ് എന്താണ് യൂണിവേഴ്സിറ്റീസ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ റെക്കമെൻഡ് ചെയ്തത്, വിച്ച് ഇസ് ലണ്ടൻ യൂണിവേഴ്സിറ്റി. ഓക്കെ, ഇത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് സ്കൂൾ ബോയ്സ് മാർച്ച് ഇൻ ടു എഡ്യൂക്കേഷൻ 1850s ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇതെന്തായാലും നിങ്ങൾ മറക്കത്തില്ലായിരിക്കും. ഇനി അടുത്തെന്ന് പറഞ്ഞാല് ഹണ്ടർ കമ്മീഷൻ ആണ്. ഹണ്ടർ കമ്മീഷൻ ഹണ്ടർ കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1882 1883 ആ ഒരു കാലഘട്ടത്തിലാണ് ഹണ്ടർ കമ്മീഷന്റെ റിപ്പോർട്ട് വന്നത്. ഇറ്റ് ഈസ് അപ്പോയിന്റഡ് ബൈ ലോർഡ് റിപ്പോൺ ഓൺ 3rd February 1882. ഈ ഇയർ, ഡേറ്റ്, ദിവസം ഒക്കെ ഇനി നിങ്ങൾ പഠിക്കേണ്ടി വരും, കാരണം എക്സാം പാറ്റേൺ മാറാൻ തുടങ്ങി, എക്സാം ടഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് സ്ട്രെസ് കൊടുത്ത് പഠിക്കണം. സോ ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ബൈ വില്യം ഹണ്ടർ. അതായത് അപ്പോഴത്തെ വൈസ്രോയ് ലോർഡ് റിപ്പോൺ ആരെ അപ്പോയിന്റ് ചെയ്തു? വില്യം ഹണ്ടർ അപ്പോയിന്റ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? വുഡ്സ് ഡിസ്പാച്ചിന്റെ പ്രോഗ്രസ് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ വില്യം ഹണ്ടറിനെ, സർ വില്യം ഹണ്ടറിനെ നിയമിച്ചു. സോ ഈ ഹണ്ടർ കമ്മീഷന് ചിലപ്പോൾ ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ വന്ന വർഷം ഏതാണ്, അപ്പൊ നിങ്ങൾ അയ്യോ ഇതെന്നെ പഠിപ്പിച്ചില്ലല്ലോ അങ്ങനെ പറഞ്ഞിരിക്കരുത്. ഹണ്ടർ കമ്മീഷനും ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷനും ഒന്നാണ്. ഇത് പല സമയത്തും നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് പേരിൽ ഇവർ പഠിപ്പിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതൊക്കെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിച്ച് മനസ്സിലാക്കിയേക്കണം. ദെൻ മൂന്നാമത്തെ, ഇറ്റ് സെറ്റപ്പ് ടു റിവ്യൂ ദ പ്രോഗ്രസ് ഓഫ് വുഡ് ഡിസ്പാച്ച്. അതാണ് ഞാൻ മുന്നേ പറഞ്ഞത്. നീഡ് ടു എക്സ്പാൻഡ് പ്രൈമറി എഡ്യൂക്കേഷൻ ഇൻ റൂറൽ ഏരിയാസ്. അതായത് റൂറൽ ഏരിയസിൽ എന്ത് ചെയ്യണം, പ്രൈമറി സ്കൂൾസ് അല്ലെങ്കിൽ പ്രൈമറി എഡ്യൂക്കേഷൻ കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യണം. അതാണ് ഹണ്ടർ കമ്മീഷന്റെ കുറച്ചുകൂടി ലൈക്
ഹൺഡ്രഡ് കമ്മീഷന്റെ വൺ ഓഫ് ദി ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ അവർ റെക്കമെൻഡ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് പ്രൈമറി എഡ്യൂക്കേഷൻ ഷുഡ് ബി ഇൻ ദി ലോക്കൽ ലാംഗ്വേജ്. അത് തന്നെയാണല്ലോ നമ്മൾ മുന്നേ കണ്ട കമ്മീഷനിലും പറഞ്ഞത്, വെർണാക്കുലർ ലാംഗ്വേജിൽ പഠിപ്പിക്കാം. ഹയർ ക്ലാസ്സിൽ പോകുമ്പോൾ ഇംഗ്ലീഷിൽ പഠിപ്പിക്കാം. പക്ഷെ ഇപ്പൊ നിങ്ങൾ സാധാ കുട്ടികൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ, കുഞ്ഞു കുട്ടികൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പഠിപ്പിച്ചാൽ മതി. അതായത് ഒരു ഫൗണ്ടേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പിന്നീട് എക്സൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ദെൻ ഇതിന് പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ പ്രൈമറി എഡ്യൂക്കേഷൻ ഷുഡ് ബി മാനേജ് ബൈ ലോക്കൽ ബോർഡ്സ് ആൻഡ് മുനിസിപ്പൽ ബോർഡ്സ്. അതെന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിന്റെ ഗ്രാജുവൽ വിഡ്രോവൽ ആണെന്ന് നമുക്ക് പറയാം. അതായത് സോറി, അതല്ല, പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനിലാണ് അത് വരുന്നത്. സോ പ്രൈമറി എഡ്യൂക്കേഷൻ ഷുഡ് ബി മാനേജ് ബൈ ലോക്കൽ ബോർഡ്സ് ആൻഡ് മുനിസിപ്പൽ ബോർഡ്സ്. അതായത് പഞ്ചായത്തുകളും മുനിസിപ്പൽ ബോർഡ്സും എന്തിന്റെ ചുമതല ഏറ്റെടുക്കണം? ഈ എഡ്യൂക്കേഷൻ അവരുടെ ഏരിയയിൽ ഇമ്പാർട്ട് ചെയ്യുന്നതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. ദെൻ ദ സെക്കൻഡ് വൺ ഇസ് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഇൻ സെക്കൻഡറി എഡ്യൂക്കേഷൻ ത്രൂ ഗ്രാൻഡിങ്. അതായത് സ്വകാര്യ വ്യക്തികൾക്ക് സ്കൂൾ തുടങ്ങാം. അവർ സ്കൂൾ തുടങ്ങിയാൽ നമ്മൾ പൈസ തരാം, അതായത് ഗ്രാൻഡിങ് എയ്ഡ് തരാം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു റെക്കമെൻഡേഷൻ ഇവർ കൊണ്ടുവന്നു. അതായത് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനെ പ്രൊമോട്ട് ചെയ്യാം. വിച്ച് മീൻസ് ഗ്രാജുവൽ വിത്ഡ്രോവൽ ഓഫ് സ്റ്റേറ്റ് സപ്പോർട്ട് ഫ്രം ഹയർ എഡ്യൂക്കേഷൻ. അതായത് സ്റ്റേറ്റിന്റെ സപ്പോർട്ട് പതുക്കെ ഈ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് മാറ്റാം. ഇൻക്ലൂഡ് ബോത്ത് ലിറ്റററി ആൻഡ് വൊക്കേഷണൽ ട്രെയിനിങ് അറ്റ് ദി സെക്കൻഡറി ലെവൽ. അതായത് സെക്കൻഡറി ലെവൽ എത്തുന്ന സമയത്തേക്കും വൊക്കേഷണൽ സ്കില്ലും, ജസ്റ്റ് ലിറ്റററി അല്ലെങ്കിൽ റീഡിംഗ് റൈറ്റ് അല്ലെങ്കിൽ സബ്ജക്ട് നോളജ് മാത്രമല്ല, കുട്ടിക്ക് എന്തും കൊടുക്കണം, വൊക്കേഷണൽ നോളജും കൊടുക്കണം. അതായത് ഒരു സ്കിൽ ഓറിയന്റഡ് അല്ലെങ്കിൽ ജോബ് ഓറിയന്റഡ് ട്രെയിനിങ്ങും കൊടുക്കണം. ഓക്കെ, കുറെ പഠിക്കാനുണ്ട്. ദെൻ ഇവരെന്ത് ചെയ്തു? എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ഫസ്റ്റ് വൺ ഇസ് പ്രൈമറി എഡ്യൂക്കേഷൻ, സെക്കൻഡ് വൺ ഇസ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. ആൻഡ് യൂണിവേഴ്സിറ്റി ഷുഡ് മാനേജ് ആൻഡ് സൂപ്പർവൈസ് ദർ അഫിലിയേറ്റഡ് കോളേജസ്. അതായത് അഫിലിയേറ്റഡ് കോളേജസ് ആര് എന്താണ് സൂപ്പർവൈസ് ചെയ്യണം? അതായത് യൂണിവേഴ്സിറ്റീസ് സൂപ്പർവൈസ് ചെയ്യണം. അതായത് കേരള യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ, കുറെ അഫിലിയേറ്റഡ് കോളേജസ് ഉണ്ടല്ലോ, അതൊക്കെ ആര് സൂപ്പർവൈസ് ചെയ്യണം? യൂണിവേഴ്സിറ്റീസ്. അതായത് യൂണിവേഴ്സിറ്റീസ് മാനേജ് ചെയ്യണം. പക്ഷെ ലേറ്റർ വന്ന കമ്മീഷനൊക്കെ അഫിലിയേറ്റഡ് സിസ്റ്റം എടുത്ത് മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ത് കാരണം എന്ന് വെച്ചാൽ ഈ അഫിലിയേറ്റഡ് കോളേജ് വരുന്ന സമയത്ത് ഈ യൂണിവേഴ്സിറ്റിക്ക് ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് ബേർഡൻ ആണ് ഉണ്ടാവുന്നത്. അത് കറക്റ്റ് ഒരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ അവരെ കൊണ്ട് പറ്റത്തില്ല. മാത്രമല്ല ഈ അഫിലിയേറ്റഡ് കോളേജസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവരുടേതായ ഡിസിഷൻ അങ്ങനെയൊന്നും എടുക്കത്തില്ല. നമ്മളിപ്പം ലൈക്ക് JNU ഡൽഹി യൂണിവേഴ്സിറ്റി ഒക്കെ എടുക്കുന്ന സമയത്ത് അതിന് ഒരു എക്സ്റ്റെൻഡ് ഒരു ഓട്ടോണമി ഉണ്ട്. അതുകൊണ്ടാണ് അവർ പല കാര്യങ്ങളിലും എക്സൽ ചെയ്യുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ദെൻ ലാസ്റ്റ് പോയിന്റ് ഇസ് മോറൽ എഡ്യൂക്കേഷൻ വാസ് എൻകറേജ് ബട്ട് റിലീജിയസ് എഡ്യൂക്കേഷൻ വാസ് ടു ബി കെപ്റ്റ് ഔട്ട്സൈഡ് ദ ഗവൺമെന്റ് സ്കൂൾസ്. അതായത് മോറൽ എഡ്യൂക്കേഷൻ കൊടുക്കാം, പക്ഷെ റിലീജിയസ് എഡ്യൂക്കേഷൻ സ്കൂളിൽ വേണ്ട, ഒരു സെക്യുലർ മെത്തേഡ് ഫോളോ ചെയ്താൽ മതി എന്നാണ് ഹൺഡ്രഡ് കമ്മീഷൻ പറഞ്ഞത്. നെക്സ്റ്റ് വൺ ഇസ്, ഇത് നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചു വെക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് എല്ലാത്തിന്റെ ഇയർ പഠിക്കണം. പിന്നെ തേർഡ് വൺ സാഡ്ലർ കമ്മീഷൻ. അതായത് നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് എങ്ങനെ പഠിച്ചിരിക്കുന്ന പറഞ്ഞാൽ കൽക്കട്ടയിൽ ഉണ്ടായിരുന്ന എല്ലാവരും സാഡ് ആയിരുന്നു. അതായത് സാഡ്ലർ കമ്മീഷൻ നമ്മൾ അഥവാ എന്തെന്ന് പറയാം, കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ എന്ന് പറയാം. അതായത് നിങ്ങൾ ഈ സാഡ്ലർ കമ്മീഷൻ ചോദിക്കുന്ന സമയത്ത് സോറി കൽക്കട്ട യൂണിവേഴ്സിറ്റി കമ്മീഷൻ ചോദിക്കുന്ന സമയത്ത് അയ്യോ പഠിപ്പിച്ചില്ലെന്ന് പറഞ്ഞിരിക്കരുത്, കാരണം അത് സാഡ്ലർ കമ്മീഷൻ ആണ്. 1917 വന്നത്. ഇറ്റ് ഈസ് പ്രിക്കോഴ്സർ ടു 10+2+3 എഡ്യൂക്കേഷൻ സിസ്റ്റം. ആൻഡ് ഇതിലാണ് CAB, അതായത് CAB, സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ വേണം അതിന്റെ ഫോർമേഷൻ റെക്കമെൻഡ് ചെയ്തത്. സോ അത് നിങ്ങൾ പഠിച്ചേക്കാം. ദെൻ ഹാർത്തോ കമ്മീഷൻ ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്, വിച്ച് റെക്കമെൻഡഡ് ടു ഇംപ്രൂവ് the quality and standards of education. It focused on reducing dropout rates and wastage in education. അതായത് കുട്ടികളുടെ കൊഴിഞ്ഞു പോക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മാക്സിമം കാര്യങ്ങൾ ചെയ്യാനുള്ള റെക്കമെൻഡേഷൻ ഹാർത്തോ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്. came out in 1929. അപ്പൊ ഇയറും നോട്ട് ചെയ്ത് വെക്കാം. സാഡ്ലർ കമ്മീഷൻ ആൻഡ് ഹാർത്തോ കമ്മീഷൻ മറക്കരുത്. ദെൻ സപ്രു കമ്മിറ്റി 1934 വന്നത്, അൺഎംപ്ലോയ്മെന്റിനെ അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. Then Abboud Wood Committee report, അത് ഇംഗ്ലീഷ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ യൂണിവേഴ്സിറ്റി ലെവൽ ആക്കണം എന്ന് റെക്കമെൻഡ് ചെയ്തു 1937. പിന്നെ വർദ്ധ സ്കീം ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ നൈതാല്, അത് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിൽ അധിഷ്ഠിതമായിട്ട് വന്നതാണ് 1937. അതൊരു വൊക്കേഷണൽ എഡ്യൂക്കേഷൻ കൂടി കുട്ടികൾക്ക് കൊടുക്കണം എന്നുള്ള നിലയ്ക്ക്. ദെൻ സർജൻ റിപ്പോർട്ട് ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് സർജൻ റിപ്പോർട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഹാർത്തോ കമ്മീഷൻ, സാഡ്ലർ കമ്മീഷൻ, ഈ ഒരു പോർഷനിൽ നിങ്ങൾ ഇതും നല്ലോണം പഠിക്കണം. ഇതിനകത്ത് പറഞ്ഞത് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ ഏജ് ടു 6 to 14 years, 6 മുതൽ 14 വരെയുള്ള എല്ലാ കുട്ടികൾക്കും ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുള്ളത്. ദെൻ ഇത് പറഞ്ഞാൽ പിന്നെ ഇതിനകത്തുള്ള വേറൊരു പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാന്നുള്ളത്.
പക്ഷേ ലേറ്റർ വന്ന ഇത് അവർ ഇംപ്ലിമെന്റ് ചെയ്യാതിരുന്ന ലേറ്റർ വന്ന എല്ലാ കമ്മീഷനും UGC എസ്റ്റാബ്ലിഷ് ചെയ്യുക അങ്ങനെ റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുണ്ട്. സോ ദിസ് ഇസ് ഓൾസോ കോൾഡ് സ്കീം ഓഫ് പോസ്റ്റ് ടു എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് ഇന്ത്യ. അപ്പോൾ നിങ്ങൾ ഇതിന്റെ അൾട്ടർനേറ്റീവ് നയമാണ് ഇതെന്ന് തീർച്ചയായും ഓർത്ത് വെക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ 1944 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതായത് നമ്മൾ രണ്ടാം ലോക മഹായുദ്ധം അത് കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്ത്, ആ സമയത്ത് ഇന്ത്യക്കാർക്ക് എഡ്യൂക്കേഷൻ എന്തായാലും കൊടുക്കണമെന്ന് ഭയങ്കരമായിട്ട് അവരുടെ മൈൻഡിൽ വന്നു. കാരണം ഇന്ത്യയുടെ ഗ്രോത്തിന് അത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യക്കാർ ചിന്തിക്കാൻ തുടങ്ങി. സോ ഇത് ലൈക്ക് ഈ സെഷനിലെ PYQ സെഷൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ നമ്മളെ സെഷൻ കഴിഞ്ഞിട്ടില്ല. ഹു അപ്പോയിന്റഡ് ദി 100 കമ്മീഷൻ ഓഫ് 1882? അത് ഞാൻ ആൻസർ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, ലോർഡ് റിപ്പൺ ആണ്. അത് നിങ്ങൾക്ക് സ്ലൈഡിൽ പോയി നോക്കിയാലും കാണാൻ പറ്റും. സെക്കൻഡ് വൺ വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് റെക്കമെൻഡേഷൻ ഓഫ് 100 കമ്മീഷൻ. 100 കമ്മീഷൻ ഞാൻ നേരത്തെ സ്ട്രെസ് ചെയ്ത് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, വിച്ച് ഇസ് ഗ്രാജുവൽ വിത്ഡ്രോവൽ ഓഫ് സ്റ്റേറ്റ് സപ്പോർട്ട് ഫ്രം ഹയർ എഡ്യൂക്കേഷൻ. അതായത് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ പ്രൊമോട്ട് ചെയ്തു. Then what was the primary focus of the 100 Commission? 100 Commission primary focus എന്ന് പറഞ്ഞാൽ it was the implementation of Wood Dispatch of 1854. Wood Dispatch എങ്ങനെ പെർഫോം ചെയ്തത് അതിനെ പറ്റി അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് 100 Commission കൊണ്ടുവന്നത്. ഓക്കെ, പിന്നെ റൂറൽ സ്ഥലങ്ങളിൽ പ്രൈമറി എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുക, കുറച്ചുകൂടി എസ്റ്റാബ്ലിഷ് ചെയ്യുക, അത് തന്നെ ഒരു എയിമായിട്ട്. Then which of the following was a recommendation of the 100 Commission? Primary education should be imparted through vernacular languages. Then transfer of control of primary education to district and municipal boards. Okay, ഏതാണ് ഏറ്റവും suitable ആയിട്ടുള്ളത് അത് നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ ആയിട്ട് എഴുതുക. സി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഷുഡ് ബി കംപ്ലീറ്റ്ലി ബ്രോഡ് അണ്ടർ ദി സ്റ്റേറ്റ്സ് കൺട്രോൾ. പക്ഷെ ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് 100 കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത്. സോ ഇനി നമ്മളെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള കുറച്ച് കമ്മീഷൻസ് ആണ് നമ്മൾ ഇനി പഠിക്കാൻ പോകും. ഫസ്റ്റ് വൺ ഈസ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ, അല്ലെങ്കിൽ രാധാകൃഷ്ണൻ കമ്മീഷൻ എന്ന് പറയും. നിങ്ങൾക്ക് ഇനി പറയാൻ പോകുന്ന കുറച്ച് ലൈക്ക് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ, അതിനുശേഷം ഇതേ സെയിം ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ, ഇങ്ങനെ കുറച്ച് പേര് മാറി മാറി വരും. ഇതൊന്നും മാറിപ്പോകരുത്. നിങ്ങൾ എന്താക്കുക, നിങ്ങളുടേതായ ഒരു കോഡ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ കോഡ് വേണമെങ്കിൽ ഞാൻ നോട്ട്സ് കൊടുക്കുന്ന സമയത്ത് അതിനകത്ത് കൊടുത്തേക്കാം. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ തന്നെയാണ് രാധാകൃഷ്ണ കമ്മീഷൻ എന്ന് പറയുന്നത്. രാധാകൃഷ്ണ കമ്മീഷൻ തന്നെയാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. അത് എസ്റ്റാബ്ലിഷ് ചെയ്ത സമയം എന്ന് പറഞ്ഞാൽ, വന്ന സമയം എന്ന് പറഞ്ഞാൽ 1948 ആണ്. സോ ദി ഇന്റർ യൂണിവേഴ്സിറ്റി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ IUBE ആൻഡ് സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ, ഈ CAB നമ്മൾ ആരാ കൊണ്ടുവന്നതെന്ന് അടുത്ത സ്ലൈഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിച്ച് ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. അപ്പം ഈ രണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസും റെക്കമെൻഡ് ചെയ്തു ഇന്ത്യൻ ഗവൺമെന്റിനോട് ദാറ്റ് എ കമ്മീഷൻ ഓൺ എഡ്യൂക്കേഷൻ ഷുഡ് ബി അപ്പോയിന്റഡ്. അതായത് എഡ്യൂക്കേഷൻ അങ്ങനെ കൊണ്ടുപോകണം, എന്തൊക്കെ മാറ്റങ്ങളാണ് ഇനി വരുത്തേണ്ടത് എന്നൊരു റെക്കമെൻഡേഷൻ ഒക്കെ വേണ്ടി ഒരു എന്ത് ചെയ്യാ എഡ്യൂക്കേഷൻ കമ്മീഷൻ വേണമെന്ന് ഈ രണ്ട് ബോഡീസ് പറഞ്ഞു. ഇത് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷെ ഇനി ചോദിക്കാം. ദെൻ ഫസ്റ്റ് എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ. ഇൻഡിപെൻഡന്റ് ഇന്ത്യയിലെ ഫസ്റ്റ് എഡ്യൂക്കേഷൻ കമ്മീഷനാണ് രാധാകൃഷ്ണ കമ്മീഷൻ. ഈ രാധാകൃഷ്ണ കമ്മീഷൻ, മുതലിയാർ കമ്മീഷൻ, കോത്തരി കമ്മീഷൻ ഇതൊക്കെ നിങ്ങൾ ക്രോണോളജിക്കൽ ഓർഡറിൽ പഠിച്ചു വെക്കാം. It submitted a report on 1949. 4 categories of university teachers. ഇത് യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സിനെ 4 കാറ്റഗറി ആയിട്ട് തിരിച്ചു: പ്രൊഫസേഴ്സ്, റീഡേഴ്സ്, ലെക്ചേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ടേഴ്സ്. ഇതിൽ ഞാനൊരു പൊട്ടൻഷ്യൽ ക്വസ്റ്റ്യൻ കാണുന്നുണ്ട്, കാരണം ഇത് മുന്നേ ഒന്നും ചോദിച്ചിട്ടില്ല. ഞാനിത് KVS മാർട്ടിന്റെ ബുക്കിൽ നിന്നല്ല എടുത്തത്. ഇത് വേറൊരു യൂണിവേഴ്സിറ്റി അവരുടെ കുട്ടികൾക്ക് കൊടുത്ത മെറ്റീരിയൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. 4 categories of university teachers: പ്രൊഫസേഴ്സ്, റീഡേഴ്സ്, ലെക്ചേഴ്സ് ആൻഡ് ഇൻസ്ട്രക്ടേഴ്സ്. അപ്പോൾ ഇത് ഈ ഒരു കാറ്റഗറൈസ് ചെയ്തത് ഏത് കമ്മീഷനാണ്? ഇതിനകത്ത് പ്രൊഫസേഴ്സ് എന്ന് പറഞ്ഞാൽ അവരാണ് ഏറ്റവും ടോപ്പിലുള്ളത്. ഇപ്പോഴത്തെ പ്രൊഫസേഴ്സ് ഇല്ലേ, അതായത് അസോസിയേറ്റ് കഴിഞ്ഞിട്ട് പ്രൊഫസർ, ആ ഒരു ലെവലിലുള്ള ആൾക്കാരെയാണ് നമ്മൾ പ്രൊഫസേഴ്സ് എന്ന് പറഞ്ഞാൽ. റീഡേഴ്സിന് എന്താ പറയാ, റീഡേഴ്സ് എന്ന് പറഞ്ഞാല് ഈ പ്രൊഫസേഴ്സിന് താഴെയുള്ള ആൾക്കാരാണ് റീഡേഴ്സ് എന്ന് പറഞ്ഞാല്. പക്ഷെ പ്രൊഫസേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ ഈ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, റിസർച്ച് കൂടുതലായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. മേജർ റിസർച്ച് ഒക്കെ പ്രൊഫസേഴ്സ് ആണ് ഹാൻഡിൽ ചെയ്തത്, റീഡേഴ്സ് മൈനർ റിസർച്ച്, പിന്നെ അതിന് താഴെയുള്ള ലെക്ചേഴ്സ്, പിന്നെ നമ്മൾ അസിസ്റ്റന്റ് പ്രൊഫസറിന്റെ ഒക്കെ ഒരു റാങ്കിൽ വരുന്നതാണ് ഇൻസ്ട്രക്ടേഴ്സ്. സോ ദ നെക്സ്റ്റ് പോയിന്റ് ഇസ് അഡ്മിഷൻ ടു യൂണിവേഴ്സിറ്റി ഷുഡ് ബി ആഫ്റ്റർ ഇന്റർമീഡിയറ്റ് എക്സാമിനേഷൻ. അതായത് 11 വർഷത്തെ സ്കൂൾ കോഴ്സ് കഴിഞ്ഞിട്ട് മതി എന്താണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ.
അതിന് വേണ്ടിയിട്ട് 11 വർഷം കഴിഞ്ഞിട്ട് ഇന്റർമീഡിയറ്റ് എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യും. അതിന് സ്കോർ ഉള്ളവരെ എന്ത് ചെയ്യുക, യൂണിവേഴ്സിറ്റിയിലോട്ട് പ്രൊമോട്ട് ചെയ്യാം. ഫസ്റ്റ് ഡിഗ്രി ഷുഡ് ബി ആഫ്റ്റർ 3 years ഓഫ് കോളേജ് എഡ്യൂക്കേഷൻ. അത് തന്നെയാണ് നമ്മൾ എനിക്ക് വരുന്നതിന് മുമ്പേ വരെ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് 3 വർഷത്തെ കോളേജ് എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ മാത്രമേ ഡിഗ്രി കിട്ടത്തുള്ളൂ. ദ വർക്കിംഗ് ഡേയ്സ് ഇൻ ദ കോളേജ് ഷുഡ് ബി 180 days എക്സ്ക്ലൂഡിംഗ് എക്സാമിനേഷൻ ഡേയ്സ്. അതായത് എക്സാമിനേഷൻ ഡേയ്സ് അല്ലാതെ എന്ത് വേണം, 180 days 180 വർക്കിംഗ് ഡേയ്സ് വേണം. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് സ്ട്രെസ് ചെയ്ത് പഠിക്കാൻ, കാരണം ഇത് എക്സാമിൽ ചോദിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത്. ലൈക്ക് ഞാൻ അധികം പ്രീവിയസ് ഇയറിൽ വരുന്നതൊക്കെ ഞാൻ ഈ സ്ലൈഡിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ സെപ്പറേറ്റ് സെക്ഷൻ ചെയ്യാത്തത്. ഓക്കെ, നിങ്ങൾ അങ്ങനെ പറയുകയാണെങ്കിൽ അതും കൂടി ഉൾപ്പെടുത്താം. So the maximum number of students for a teaching university should be fixed to 3,000 and affiliated colleges to 1,500. അതായത് ഒരു യൂണിവേഴ്സിറ്റിയിലെ മാക്സിമം നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നല്ല 3000 ആയിരിക്കും. അഫിലിയേറ്റഡ് കോളേജ് ആണെങ്കിൽ 1500 ആയിരിക്കും. The PhD admission procedure as well as the process for enrolling in the PhD degree should be arranged on all India basis. അതായത് PhD അഡ്മിഷൻ കൊടുക്കുന്നത് ഓൾ ഇന്ത്യ ബേസിസിലായിരിക്കണം. ഓൾ ഇന്ത്യ എൻട്രൻസ് എക്സാം ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. Then the last point is the University Education Commission divided professional education into 5 aspects of education. അതായത് ഈ രാധാകൃഷ്ണ കമ്മീഷൻ പ്രൊഫഷണൽ എഡ്യൂക്കേഷന് 5 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വൺ ഇസ് അഗ്രികൾച്ചർ, കൊമേഴ്ഷ്യൽ എഡ്യൂക്കേഷൻ, എഞ്ചിനീയറിംഗ് ടെക്നോളജി, ലീഗൽ എഡ്യൂക്കേഷൻ ആൻഡ് മെഡിക്കൽ എഡ്യൂക്കേഷൻ. ഇതാണ് 5 കാറ്റഗറി എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് വൺ ഇസ് ഹയർ എഡ്യൂക്കേഷൻ ഷുഡ് ബി പ്രൈമർലി ഇമ്പാർട്ടഡ് ഇൻ ദ റീജിയണൽ ലാംഗ്വേജ്. അതായത് ഹയർ എഡ്യൂക്കേഷൻ, ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ അല്ല പറയുന്നത്, ഹയർ എഡ്യൂക്കേഷന്റെ കാര്യം പറയുന്നത്. Sorry, higher education should be primarily imparted in the regional language to ensure better comprehension and accessibility for students. അതായത് എന്ത് ചെയ്യുക, റീജിയണൽ ലാംഗ്വേജിലായിരിക്കണം എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ പ്രധാനമായിട്ടും ഇമ്പാർട്ട് ചെയ്യേണ്ടത്. However, there should also be an option to use the federal languages as the medium of instruction. അതായത് ഹിന്ദി വേണ്ടവർക്ക് ഹിന്ദി മീഡിയത്തിലും പഠിക്കാം. ഹിന്ദിയാണ് ഫെഡറൽ ലാംഗ്വേജ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. English should be studied in the higher schools and in the universities for keeping the students in touch with the living stream of ever-growing knowledge. അതായത് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർനാഷണൽ നോളജ്, ലൈക് ഇന്റർനാഷണൽ ലാംഗ്വേജ് ആണല്ലോ. അപ്പോൾ കുട്ടികൾ അതും എന്തായാലും പഠിക്കണം എന്നാണ് രാധാകൃഷ്ണൻ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതായത് ഹയർ സ്കൂൾസിലും യൂണിവേഴ്സിറ്റീസിലും for what to keep the students in touch with the like ever-growing knowledge. പിന്നെ ഗ്രേസ് മാർക്കൊക്കെ അബോളിഷ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായി രാധാകൃഷ്ണ കമ്മീഷൻ. പിന്നെ ഇതിനകത്ത് എനിക്ക് നോട്ടബിൾ ആയിട്ടുള്ള ഒരു മീൻസ് പേഴ്സണലി തോന്നിയെന്ന് പറഞ്ഞാൽ all students should receive NCC training. എല്ലാ സ്റ്റുഡൻസിനും NCC ട്രെയിനിങ് കൊടുക്കണം. നല്ലൊരു പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നി. The commission also pointed out the need for establishing colleges for women with adequate facilities and conducive atmosphere. അതായത് സ്ത്രീകളുടെ എഡ്യൂക്കേഷൻ നമ്മുടെ പല കമ്മിറ്റീസിലും റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും സ്റ്റിൽ അതെന്താണ് ഒരു എന്താ പൈപ്പ് ലൈൻ മീൻസ് ഇംപ്ലിമെന്റ് ചെയ്യാത്ത ഒരു റെക്കമെൻഡേഷൻ ആയിരുന്നു വിമന് ആഡിക്വേറ്റ് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളത്. ചില എഫേർട്സ് എടുത്തിട്ടുണ്ടെങ്കിലും അത് അധികമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ അപ്പോ അതിന് വേണ്ടിയിട്ട് അത് വിമൻ എഡ്യൂക്കേഷൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു രാധാകൃഷ്ണ കമ്മീഷൻ. And the next one is the commission emphasized the need for establishing rural universities surrounded by rural colleges to meet the needs of rural reconstruction in agriculture and industry. ഈ പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ റൂറൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരെയാണ്? രാധാകൃഷ്ണ കമ്മീഷനാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റാമ്പ് ഇവിടെ വെച്ചേക്കുന്നത്. University Grants Commission should be appointed to supervise and allocate funds for the universities all over India. അപ്പൊ UGC കൊണ്ടുവരണമെന്ന് മുന്നേയുള്ള സ്ലൈഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനത് ലിസ്റ്റ് ആക്കി തരാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പഠിക്കുന്ന സമയത്ത് ആരൊക്കെയാണ് UGC റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത് അതെന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഈ റൂറൽ യൂണിവേഴ്സിറ്റി കൺസെപ്റ്റ് രാധാകൃഷ്ണ കമ്മീഷൻ ആണ് നിങ്ങൾ മറക്കരുത്. സോ നെക്സ്റ്റ് ഇസ് മുതലിയാർ കമ്മീഷൻ, which is also known as Secondary Education Commission, which came out in 1952. അതായത് 1952 മുതലിയാർ കമ്മീഷൻ വന്നത്. അത് നമ്മൾ എന്തെന്ന് പറയും? സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പറയും. നിങ്ങൾ ഈ ആൾട്ടർനേറ്റീവ് നെയിംസ് മറന്നു പോകരുത്. സോ ലക്ഷ്മണസ്വാമി മുതലിയാർ ആയിരുന്നു ഇതിന്റെ ചെയർമാൻ. ക്യാബെ അതിന്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് ഇതും വന്നത്. ഇത് റിപ്പോർട്ട് എപ്പോഴാണ് സബ്മിറ്റ് ചെയ്തത്? 1953 റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. ഇതിൽ 15 ചാപ്റ്റർ ഉണ്ടായിരുന്നു. അപ്രോക്സിമേറ്റ്ലി 250 പേജ് ഉണ്ടായിരുന്നു.
അപ്പം നിങ്ങൾ ചിലപ്പോൾ 12 ചാപ്റ്റർ അല്ലെങ്കിൽ 11 ചാപ്റ്റർ എന്നൊക്കെ കണ്ട് നിങ്ങൾ കൺഫ്യൂസ് ചെയ്യും. നിങ്ങൾ ക്ഷമിക്കൽ മറക്കരുത്, 15 ചാപ്റ്റർ ആണ് ഉണ്ടായിരുന്നത്. സോ ഈ കമ്മീഷന്റെ എയിംസ് എന്ന് പറഞ്ഞാൽ ഒരു 4 എയിം ജസ്റ്റ് എനിക്ക് റീഡ് ചെയ്യാവുന്നതേ ഉള്ളൂ, എന്നാലും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ഐഡിയൽ സിറ്റിസൺഷിപ്പ്, സെക്കൻഡ് വൺ ഈസ് സെൽഫ് സഫിഷ്യൻസി, ലീഡർഷിപ്പ്, ഹ്യൂമൻ വാല്യൂസ്. മെയിൻ ആയിട്ടുള്ള 4 എയിമാണിത്. ഈ മെയിൻ എയിമിൽ നമ്മൾ ഒരു എയിം നമ്മൾ സ്ട്രെസ് ചെയ്തപ്പോൾ പറയും, കാരണം സെൽഫ് സഫിഷ്യൻസി, അതായത് വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കാം. ആർക്ക്? കുട്ടികൾക്ക് വൊക്കേഷണൽ ട്രെയിനിങ് കൊടുക്കാം. അവർക്ക് അതായത് എഡ്യൂക്കേഷൻ കഴിഞ്ഞ സമയത്ത് ജോലി കിട്ടും, അൺഎംപ്ലോയ്ഡ് ആയിട്ട് നടക്കത്തില്ല. പിന്നെ ആദ്യം പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഐഡിയൽ സിറ്റിസൺഷിപ്പ് ആണ്, ഒരു നല്ലൊരു പൗരനെ വാർത്തെടുക്കാം. ദെൻ തേർഡ് വൺ ഈസ് ലീഡർഷിപ്പ്. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാല് ലീഡർഷിപ്പിൽ അതായത് ഒരു നേതൃത്വം, അതിന്റെ ഒരു സ്കില്ല് കുട്ടികൾക്ക് കൊടുക്കാം. പിന്നെ ഹ്യൂമൻ വാല്യൂസ്, കോപ്പറേഷൻ, ഡിസിപ്ലിൻ, കൈൻഡ്നസ് ആൻഡ് ബ്രദർഹുഡ്, അതൊക്കെ കുട്ടികളുടെ ഇടയിൽ കൾട്ടിവേറ്റ് ചെയ്യാം. The commission said that the secondary education should be meant for children aged 11 to 17 years. അതായത് ഈ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഏത് ഇയർ മുതൽ ഏത് ഇയർ വരെയുള്ള സ്റ്റുഡൻസിനാണ്? 11 to 17 ഇയേഴ്സ് വരെയുള്ള സ്റ്റുഡൻസിനാണ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിന്റെ ഡ്യൂറേഷൻ എത്രയായിരിക്കാം? 7 ഇയേഴ്സ് ആയിരിക്കാം. സോ ഞാനിപ്പോ നെക്സ്റ്റ് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അത് 11 മുതൽ 17 വരെയുള്ള എഡ്യൂക്കേഷൻ ഏകദേശം 7 ഇയർ ആണല്ലേ. അപ്പം അതിനവര് എന്താക്കി തിരിച്ചിട്ടുണ്ട്? 2 ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ജൂനിയർ സെക്കൻഡറി സ്റ്റേജ്, അത് 3 വർഷം. പിന്നെ ഹയർ സെക്കൻഡറി സ്റ്റേജ്, അതായത് 4 വർഷം. അപ്പൊ നിങ്ങൾ 11ാം ക്ലാസ്സിൽ കുട്ടി ഏത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കണമെന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും, ഒരു 6 റേഞ്ചിൽ വരും. Intermediate classes should be abolished and class 11 should be added to secondary education and class 12 to degree courses. അപ്പൊ ഇവിടെ എന്താ അവർ പറയുന്നത് വെച്ചാൽ 11ാം ക്ലാസ് വരെ സ്കൂൾ എഡ്യൂക്കേഷൻ ആണ്, പക്ഷെ 12ാം ക്ലാസ് മുതൽ ഈ 12ാമത്തെ ക്ലാസ് എന്താക്കുക? ഈ ഡിഗ്രിനോട് ചേർക്കുക. ആ ഒരു ഇന്റർമീഡിയറ്റ് കോഴ്സ് വേണ്ട. അതായത് എന്ന് പറഞ്ഞാല് ഈ 12 എന്ന് പറഞ്ഞാല് ഈ സ്കൂൾ എഡ്യൂക്കേഷനും യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷന്റെയും ഇടയിലുള്ള ഒരു ഇന്റർമീഡിയറ്റ് കോഴ്സ് ആണ്. അത് സ്കൂൾ എഡ്യൂക്കേഷനിലും പെടത്തില്ല, യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷനിലും പെടത്തില്ല. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇത് മാനേജ് ചെയ്യാൻ കുറച്ച് പാടാവും അല്ലേ. സോ the next point is multi-purpose schools should be opened at higher secondary level and diversified courses should be introduced. അതായത് മൾട്ടിപർപ്പസ് സ്കൂൾ, കുട്ടികൾക്ക് പല രീതിക്കുള്ള വൊക്കേഷണൽ എഡ്യൂക്കേഷൻ ഒക്കെ പഠിക്കാൻ പറ്റുന്ന മൾട്ടിപർപ്പസ് സ്കൂൾസ് ഓപ്പൺ ചെയ്യുക ഹയർ സെക്കൻഡറി ലെവലിൽ. ദെൻ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള, അതായത് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി, അങ്ങനെ അല്ല ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ചിൽഡ്രന് സ്പെഷ്യൽ സ്കൂൾസ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. അത് വൺ ഓഫ് ദി അടിപൊളി ഒരു പോയിന്റ് ആണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് വിമൻ എഡ്യൂക്കേഷന് അത് വലുതായിട്ട് സ്ട്രെസ് ചെയ്തൊന്നും പറഞ്ഞിട്ടില്ല. സോ ഇതിന്റെ വേറെ റെക്കമെൻഡേഷൻ ആണ് ഓൾ ഇന്ത്യ അഡ്വൈസറി ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. ഓൾ ഇന്ത്യ അഡ്വൈസറി ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ at the center to find out problems of secondary education and to suggest their remedies. അതായത് സെക്കൻഡറി എഡ്യൂക്കേഷനിലെ പ്രോബ്ലംസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബോർഡ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. ദെൻ ജനറൽ സയൻസ് കമ്പൽസറി ആക്കി, ചില സ്കൂളിൽ NCC ഓർഗനൈസ് ചെയ്തു. പിന്നെ മദർ ടങ് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആയിരിക്കണം എന്ന് അവർ പറഞ്ഞു. മദർ ടങ് വാസ് മെയ്ഡ് ദ മീഡിയം ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ വിച്ച് മെയ്ഡ് എക്സ്പാൻഷൻ ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ പോസിബിൾ. അതായത് മദർ ടങ്ങിൽ പഠിപ്പിക്കുന്ന സമയത്ത്, അതായത് ഈ കുഞ്ഞു മക്കൾക്ക് മദർ ടങ്ങിൽ പഠിപ്പിക്കുന്ന സമയത്ത് അവർക്ക് കുറച്ചുകൂടി മനസ്സിലാവും. അതാണ് ഇതിന്റെ ലോജിക് എന്ന് പറഞ്ഞാൽ. റിഫോംസ് ആൻഡ് ട്രെയിനിങ് ഓഫ് ടീച്ചേഴ്സ്, their pay scales, service conditions, facility of educational and vocational guidance, counseling was made available in secondary schools. അതായത് കരിയർ ഗൈഡൻസ് ഒക്കെ ഇതിനകത്ത് കൊടുക്കലുണ്ടായിരുന്നു. ടീച്ചേഴ്സിന്റെ ട്രെയിനിങ്ങിനെ പറ്റി അല്ലെങ്കിൽ ടീച്ചറിന്റെ സാലറീസിനെ പറ്റി ഇതിനകത്ത് പ്രത്യേകിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. സോ കമ്മിറ്റി ഓൺ ഇമോഷണൽ ഇന്റഗ്രേഷൻ, ഇത് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. എന്താണ് 1961 വന്നത്. റീജിയണൽ ലാംഗ്വേജസ് ലൈക്ക് എൻകറേജ് ചെയ്തു, കുട്ടികൾ പഠിക്കാൻ വേണ്ടി എൻകറേജ് ചെയ്തു. ഡോക്ടർ സമ്പൂർണ്ണ നാഥാണ് ഇതിന്റെ ചെയർമാൻ. ഇതിൽ ഒരു പ്രധാനമായിട്ടും ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു നാഷണൽ ഇന്റഗ്രേഷൻ, എഡ്യൂക്കേഷനിലൂടെ ഒരു നാഷണൽ ഇന്റഗ്രേഷൻ ആണ് അവർ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ റിപ്പബ്ലിക് ഡേ, ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ കോമൺ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്താല് കുട്ടികളിൽ എന്തുണ്ടാവും? ഒരു ഇന്റഗ്രേഷൻ, അതായത് നാഷണൽ ഇന്റഗ്രേഷൻ സ്പിരിറ്റ് കുട്ടികളിൽ ഉണ്ടാവും എന്നുള്ള ഐഡിയ ആണ് ഇതിന് പിന്നിലുണ്ടായിരുന്നത്. പിന്നെ they use mass media. They recommended the use of mass media to spread messages of national unity. അപ്പം ദിസ് ഈസ് അബൌട്ട് കമ്മിറ്റി ഓൺ ഇമോഷണൽ ഇന്റഗ്രേഷൻ. ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ബിക്കോസ് ലൈക്ക് ഞാൻ ഇത് മുന്നേ ഉള്ള ക്വസ്റ്റ്യൻസിലൊന്നും കണ്ടിട്ടില്ല. ഇനി ചോദിച്ചാൽ നിങ്ങൾ എഴുതണം. സോ
this is also one of the very important commissions. National Education Commission 1964 and 1966, which is also known as Kothari Commission. അതായത് നാഷണൽ എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ ഏതാണ്? രാധാകൃഷ്ണ കമ്മീഷൻ. നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഏതാണ്? അതായത് ഞാൻ എക്സാം എഴുതിയ സമയത്ത് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ തെറ്റിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഈ ക്വസ്റ്റ്യൻ ഓർമ്മയുണ്ട്. അപ്പോ നിങ്ങളിത് മറക്കരുത്. അതിന്റെ പ്രധാനപ്പെട്ട അത് എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, 1964 and 1966. To review the education system comprehensively, to initiate a new and more determined effort at scholarly reconstruction. അതായത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കോംപ്രിഹെൻസീവ് ആയിട്ട് അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് പുതിയ ഗൈഡ് ലൈൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് കോത്താരി കമ്മീഷൻ. എന്തിനാണ് കോത്താരി കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത് അല്ലെങ്കിൽ കൊണ്ടുവന്നതെന്ന് വെച്ചാല് നമ്മുടെ ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം ഈ നാഷണൽ റീകൺസ്ട്രക്ഷൻ മുന്നേ വന്ന ഒരു ഇതിലും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം വന്ന മുസ്ലിയാർ കമ്മീഷനിലായാലും രാധാകൃഷ്ണ കമ്മീഷനിലും നാഷണൽ റീകൺസ്ട്രക്ഷനെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. Then the education system does not give adequate importance to agriculture. ഇന്ത്യയിലെ ഭൂരിഭാഗം ആൾക്കാർ ആരായിരുന്നു? ഫാമേഴ്സ്. അവരുടെ എംപ്ലോയ്മെന്റ് എന്തായിരുന്നു? കൃഷിക്കാരായിരുന്നു. അപ്പം കുട്ടികൾക്ക് എന്തുണ്ടായിരുന്നില്ല? കൃഷിനെ പറ്റി ഒരു നോളജും ഉണ്ടായിരുന്നില്ല. അപ്പം അഗ്രികൾച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് സ്ഥാപിക്കുക എന്നുള്ളതും ഇതിന്റെ ഒരു ഇമ്പോർട്ടന്റ് റെക്കമെൻഡേഷൻസിൽ ഉണ്ടായിരുന്നു. The education system did not prioritize the development of students' moral and spiritual values, and they emphasized more on academic part. അപ്പം അക്കാഡമിക്സിനാണ് കൂടുതലായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതായത് അഗ്രികൾച്ചറിനോ സ്പിരിച്വൽ വാല്യൂസിനോ മോറൽ വാല്യൂസിനോ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ലായിരുന്നു. Education system does not focus on formation of character. The character building, actually character building നമ്മുടെ മുന്നേ ഒന്ന് ഇതിൽ പറഞ്ഞിട്ട് പ്രതിപാദിച്ചിട്ടുണ്ടെങ്കിലും അത് കൂടുതലായിട്ടും ഇംപ്ലിമെന്റ് ചെയ്തില്ല. എല്ലാം ഇങ്ങനെ പറച്ചിൽ മാത്രമല്ല, ഇംപ്ലിമെന്റേഷൻ ഒന്നുമില്ല, പ്ലാനിങ് എന്നും നടക്കുന്നുണ്ട്. സോ ദ എഡ്യൂക്കേഷൻ സിസ്റ്റം ഡസ് നോട്ട് ഫോക്കസ് ഓൺ ദി ഫോർമേഷൻ ഓഫ് ക്യാരക്ടർ. അപ്പൊ ക്യാരക്ടർ ഫോർമേഷന് വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇതൊക്കെ ഒന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് കോത്താരി കമ്മീഷൻ വന്നത്. So the Kothari Commission report was submitted on 29 June 1966. To whom? MC Chakla. ഞാൻ അങ്ങനെ പ്രൊനൗൺസ് ചെയ്യാം. അപ്പോ നിങ്ങൾക്ക് വേണമെങ്കിൽ കറക്റ്റ് പ്രൊനൗൺസിയേഷൻ ഏതാണെന്ന് നോക്കാം. ഓക്കെ. കോത്താരി കമ്മീഷൻ ഈ ഡേറ്റിലാണ് MC ചക്ലയ്ക്ക്, അതായത് അന്നത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററിന് ഇത് സബ്മിറ്റ് ചെയ്തത്. 4 വോളിയം ഉണ്ടായിരുന്നു, 19 ചാപ്റ്റർ ഉണ്ടായിരുന്നു. ഓക്കെ. The Kothari Commission proposed a total of 23 recommendations to reform the education system in India. അപ്പം ഇതിനകത്ത് എത്ര റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു? ഈ നമ്പർ ഈസ് വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ 23 റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു. ഞാൻ പക്ഷേ 23 റെക്കമെൻഡേഷൻ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല, പക്ഷെ കുറച്ച് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുന്ന സമയത്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് റെക്കമെൻഡേഷൻ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇസ് എൻഹാൻസിങ് ടീച്ചിങ് മെത്തഡോളജീസ്. അതായത് ടീച്ചിങ്സ് കുറച്ചുകൂടെ ഇൻട്രാക്റ്റീവ് ആയിരിക്കണം, എൻഗേജിങ് ആയിരിക്കണം, പ്രാക്ടിക്കൽ ആയിരിക്കണം. ഓക്കെ. Then it focused on women's education. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. Then third one is providing guidance and counseling service. അതായത് കരിയർ കുട്ടികൾ ഒരു അപ്പൊ ഹയർ എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ സെക്കൻഡ് എഡ്യൂക്കേഷൻ കഴിഞ്ഞാൽ അവരെ കറക്റ്റ് കരിയർ ഗൈഡൻസ് കൊടുക്കാം. അത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. Then implementing 3 language formula. This point is very important. അതായത് 3 language formula ആണ് ഈ കോത്താരി കമ്മീഷന്റെ വൺ ഓഫ് ദി പ്രധാനപ്പെട്ട റെക്കമെൻഡേഷനാണ്. അതായത് 3 language formula എന്ന് പറഞ്ഞാൽ റീജിയണൽ ലാംഗ്വേജ് പഠിക്കണം കുട്ടികൾ, പിന്നെ ഫെഡറൽ ലാംഗ്വേജ് ഹിന്ദി പഠിക്കണം, പിന്നെ ഇംഗ്ലീഷ്. ഇതാണ് ഈ 3 language formula കൊണ്ട് ഉദ്ദേശിച്ചത്. അതായത് ഞാൻ കേരളത്തിലാണ്, അപ്പൊ ഞാൻ എന്റെ നേറ്റീവ് ലാംഗ്വേജ് അല്ലെങ്കിൽ മദർ ടങ് മലയാളം പഠിക്കും, ഹിന്ദി പഠിക്കണം, ഇംഗ്ലീഷ് പഠിക്കണം. ദെൻ ഇൻകോർപ്പറേറ്റിംഗ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ. അതായത് നമുക്ക് ഇവിടെയൊക്കെ എഡ്യൂക്കേഷൻ നല്ല ആക്സസിബിൾ ആണ്. നമുക്ക് കോളേജിലെ സ്കൂളിലൊക്കെ പോകാൻ പറ്റും, പഠിക്കാനും പറ്റും. പക്ഷെ റൂറൽ ഇന്ത്യയിൽ പോയി കഴിഞ്ഞാൽ അതല്ല അവസ്ഥ. പല ആൾക്കാർക്കും പഠിക്കാനും പറ്റത്തില്ല. ചില കുട്ടികൾ കല്യാണം കഴിഞ്ഞാൽ പിന്നെ പഠിക്കാനേ പറ്റത്തില്ല. അപ്പൊ അവർക്കൊക്കെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിലൂടെ ഹെൽപ്ഫുൾ ആവും. Then the next point is expanding vocational education through the establishment of institutions like industrial ITI. നമുക്ക് എല്ലാവർക്കും അറിയാം, അത് സ്ഥാപിക്കാം. Then യൂണിവേഴ്സിറ്റീസിന് ഓട്ടോണമി കൊടുക്കാം. ടീച്ചർ എഡ്യൂക്കേഷൻ ഇംപ്രൂവ് ചെയ്യുക. അഡൾട്ട് എഡ്യൂക്കേഷൻ, അതായത് അഡൾട്ട് മിക്ക പേരും എന്തല്ലായിരുന്നു, എഡ്യൂക്കേറ്റ് മീൻസ് അവർ ബേസിക് ലിറ്ററസി പോലും ഇല്ലായിരുന്നു. അവർക്ക് അഡൾട്ട് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുക. പിന്നെ എഡ്യൂക്കേഷനിൽ വർക്ക് എക്സ്പീരിയൻസ് ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ ഹയർ എഡ്യൂക്കേഷനിലെ എൻറോൾമെന്റ് റേറ്റ് കൂടുക.
കൂട്ടാ. പിന്നെ ഇവാലുവേഷൻ മെത്തേഡ്, നമുക്കിപ്പോ എന്താ കുട്ടീനെ ഇവാലുവേറ്റ് ചെയ്യുന്ന മെത്തേഡ്സ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാം. പിന്നെ മേജർ റെക്കമെൻഡേഷൻസിൽ ലൈക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊന്നാണ് 3 ലാംഗ്വേജ് ഫോർമുല തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറൊന്നാണ് 6 മുതൽ 14 വരെയുള്ള കുട്ടികൾക്ക് എന്ത് കൊടുക്കുക, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളത് റെക്കമെൻഡേഷൻ. ഈ റെക്കമെൻഡേഷനെ ബേസ് ചെയ്തുകൊണ്ട് പിന്നെ അമെന്റ്മെന്റ് വന്നിട്ടുണ്ട്. അത് പിന്നെ ആക്ട് ആയിട്ട് ആർട്ടിക്കിൾ ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ഈ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് 3 ലാംഗ്വേജ് ഫോർമുലയാണ്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തതുകൊണ്ടാണ് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. Then Kothari Commission suggested the promotion of regional languages, Sanskrit and international languages, particularly English. The Commission recommended providing favorable and adequate service conditions for teachers and granting them the necessary freedom to conduct research and publish findings. അതായത് ടീച്ചേഴ്സിന് അവർക്ക് കൺഡ്യൂസീവ് ആയിട്ടുള്ള എൻവയോൺമെന്റ് കൊടുത്തു എന്തിനെ റിസർച്ച് ചെയ്യാനും പബ്ലിഷ് ചെയ്യാനൊക്കെ. ആൻഡ് ഇറ്റ് എംഫസൈസ്ഡ് ഓൺ ഗേൾസ് എഡ്യൂക്കേഷൻ. ഗേൾസ് എഡ്യൂക്കേഷനിൽ ഗേൾസിന്റെ എഡ്യൂക്കേഷന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫിസിക്കലി മെന്റലി ഹാൻഡിക്യാപ്ഡ്, അതായത് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആയാലും അവർക്കൊക്കെ പഠിക്കാനുള്ള അവസരം അതായത് ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത് ഇത് ഏതൊക്കെയാണ് കോത്താരി കമ്മീഷൻ പറഞ്ഞ റെക്കമെൻഡേഷൻ, അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഞാൻ പ്രധാനപ്പെട്ട എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ദെൻ റെക്കഗ്നൈസിംഗ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് സയൻസ് ആൻഡ് മാത്സ്, അതായത് സയൻസിനും മാത്സിനുമായിരുന്നു ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം നേഷൻ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എന്ത് വേണം, സയൻസിന് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിരിക്കണം. Then university level improvements through special attention to postgraduate level research and training. അതായത് എന്താണ് ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സഫിഷ്യന്റ് ലൈബ്രറീസ്, ലബോറട്ടറീസ് അതൊക്കെ ഫണ്ട് ചെയ്യണം. എന്തിന്? റിസർച്ചിന്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ. ലൈക്ക് ഇത് നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചു നോക്കാം. ഇപ്പൊ പറഞ്ഞ ഞാൻ ഫ്രീ ആൻഡ് കമ്പൽസറി അതായത് അഡോപ്ഷൻ ഓഫ് 10+2+3 ഇയർ പാറ്റേൺ ഓഫ് എഡ്യൂക്കേഷൻ സ്ട്രക്ചർ നമ്മുടെ കോത്താരി കമ്മീഷൻ എടുത്തതാണ്. Then free and compulsory education should be provided to all children up to the age of 14. ഇത് മീൻസ് ഇംപ്ലിമെന്റ് റെക്കമെൻഡേഷൻ ആണിത്. ലൈക്ക് ഇത് ജസ്റ്റ് എനിക്ക് വായിച്ചു നോക്കാൻ പറ്റും. അത് തന്നെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. സോ നെക്സ്റ്റ് സ്ലൈഡിലോട്ട് പോവാം. ഇത് ഹീറ്റ് ലൈറ്റ്സ് ഫാം എന്ന് പറഞ്ഞാല് കോത്താരി കമ്മീഷന്റെ ഒരു നിമോണിക് ആയിട്ട് നമുക്ക് പറയാം. അതായത് ഷോർട്ട് കോഡായിട്ട് നമുക്ക് പറയാം ഹീറ്റ് ലൈറ്റ്സ് ഫാം എന്ന് പറഞ്ഞാല്. അപ്പൊ നിങ്ങൾക്ക് ഇത് വായിച്ചു നോക്കാം, കുറച്ചുകൂടെ എളുപ്പമായിരിക്കും എക്സാം പോയിന്റ് ഓഫ് വ്യൂ പഠിക്കാൻ. സോ ഞാൻ അതാ പറഞ്ഞത്. 42nd അമെന്റ്മെന്റ് ആയിട്ടുണ്ട്. അമെന്റ്മെന്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ്. എഡ്യൂക്കേഷൻ മൂവ് ടു കൺകറന്റ് ലിസ്റ്റ്. Entry 25 added under 42nd constitutional amendment. ഈ 42nd constitutional amendment ആയിട്ടുണ്ട്. അത് പ്രകാരമാണ് എഡ്യൂക്കേഷൻ കമ്പൽസറി ആക്കുന്നത്. ഓക്കെ, നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ. സോ ഇത് ഞാൻ ഒന്നുകൂടി റെഫർ ചെയ്തിട്ട് പറയാം. അതിനിപ്പോ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. എന്തായാലും അടുത്ത ക്ലാസ്സിൽ ഞാൻ അത് റെക്ടിഫൈ ചെയ്യും. ഓക്കെ, ദെൻ നമ്മളിപ്പോ ഇനി നോക്കാൻ പോകുന്ന നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ 1968, 1986, 1992, ഇപ്പം 2020. പക്ഷെ NEP 2020 ഞാൻ വെബിനാർ എടുത്തപ്പോൾ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എഗെയിൻ ഞാൻ എടുക്കും, പക്ഷെ ഇപ്പൊ എടുക്കത്തില്ല. അതുപോലെ തന്നെ ഈ പോളിസീസ് ജസ്റ്റ് ഞാനൊരു ഔട്ട്ലൈൻ ആണ് തരുന്നത്. നിങ്ങൾ ഇതിനകത്ത് ഇയർ നല്ലോണം പഠിക്കണം. ലൈക്ക് 1968 തിരിച്ചിട്ടാൽ 86 ആവും. പിന്നെ ഒരു റിവ്യൂ ചെയ്യാൻ വന്ന കമ്മിറ്റിയാണ് 1992-ലുള്ളത്. NP 1968 കോത്താരി കമ്മീഷന്റെ റെക്കമെൻഡേഷൻസിൽ അധിഷ്ഠിതമായിട്ട് വന്നിട്ടുള്ളതാണ്. അത് GDP-യുടെ 6% എഡ്യൂക്കേഷനിൽ സ്പെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 3 ലാംഗ്വേജ് ഫോർമുല ഇതിനകത്ത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും NEP-യിൽ 6% ഓഫ് GDP സ്പെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പക്ഷെ നമ്മളിപ്പോ 0.68% നമ്മളിപ്പോ ഏകദേശം 4 എത്തിയിട്ടുണ്ട്. അത് വലിയൊരു ഇമ്പ്രൂവ്മെന്റ് ആണ് കമ്പയറിംഗ് ടു വേറെ രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് കുറവാണെങ്കിലും അതൊരു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇമ്പ്രൂവ്മെന്റ് ആണ്. സോ NP 1986 ഇഗ്നോ എസ്റ്റാബ്ലിഷ് ചെയ്തത് 1986 ഈ പോളിസി ബേസ് ചെയ്തിട്ടാണ്. അത് വിമനിനും SC/ST കാറ്റഗറിക്കും മൈനോറിറ്റിക്കും എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള ഇന്റൻഷൻ ഉണ്ടായിരുന്നു. ടെക്നോളജി എഡ്യൂക്കേഷനിൽ കൊണ്ടുവരണം എന്നുള്ള ഉണ്ടായിരുന്നു. പിന്നെ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ്, അതായത് പ്രൈമറി സ്കൂൾസിൽ ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് അത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അത് പക്ഷെ ഈ NP 86-ഉം 68-ഉം ഡീറ്റെയിൽ ആയിട്ട് ലൈക്ക് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020-യുടെ കൂടെ നമ്മളൊന്നുകൂടെ പഠിക്കും. പക്ഷെ ഇപ്പൊ നിങ്ങൾ എത്രയെങ്കിലും മനസ്സിലാക്കി വെച്ചേക്കാം, ബിക്കോസ് ഇതൊരു വാസ്റ്റ് ടോപ്പിക് ആണ്. ദെൻ NP 1992 പ്രോഗ്രാം ഓഫ് ആക്ഷൻ, അത്
ഇതിനൊക്കെ റിവ്യൂ ചെയ്യാൻ വന്നിട്ടുള്ള ഒരു പോളിസിയാണ്. പിന്നെ ജ്ഞാനം കമ്മിറ്റി നാഷണൽ കമ്മിറ്റി ഫോർ ഹയർ എഡ്യൂക്കേഷൻ ഫോർ ദി പുവർ എന്നറിയപ്പെടും. അത് 1993 വന്നിട്ടുള്ളത്. ഇതിന്റെ പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ ഓട്ടോണമി ടു യൂണിവേഴ്സിറ്റീസിന് ഓട്ടോണമി കൊടുക്കാം, ഡീംഡ് യൂണിവേഴ്സിറ്റീസിനെ റെഗുലേറ്റ് ചെയ്യുക, പിന്നെ ഹയർ എഡ്യൂക്കേഷൻ കുറച്ചുകൂടി റീസ്ട്രക്ട് ചെയ്ത് എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന രീതിക്ക്, അതായത് താഴേക്കിടയിൽ നിന്ന് വന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾക്കാർക്കും അണ്ടർ റിപ്രസെന്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസിനും എഡ്യൂക്കേഷൻ ഇമ്പാർട്ട് ചെയ്യുക എന്നുള്ളൊരു കൺസെപ്റ്റിൽ വന്നതാണ് ജ്ഞാനം കമ്മിറ്റി 1993, വിച്ച് ഇസ് ഓൾസോ നോൺ ആസ് കമ്മിറ്റി ഫോർ ദ ഹയർ എഡ്യൂക്കേഷൻ ഓഫ് ദി പുവർ. അപ്പം അതുകൊണ്ടാണ് ഹയർ എഡ്യൂക്കേഷൻ ഓഫ് ദി പുവർ, കമ്മിറ്റി ഫോർ ദ ഹയർ എഡ്യൂക്കേഷൻ ഓഫ് പുവർ എന്നത് അറിയപ്പെടുന്നത്. പിന്നെ ഇത് ഓൾസോ റെക്കമെൻഡഡ് നാഷണൽ കമ്മീഷൻ ഫോർ ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, അതായത് റിസർച്ചിനെ കുറിച്ച് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് NCHR എന്ത് ചെയ്തു, അത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായി. ഇതിനൊരു കോഡാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ഗ്രാൻഡ് ഓട്ടോണമി, ഡു നോട്ട് അബ്യൂസ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. ഞാൻ മീൻസ് ഗ്രാൻഡ് ഓട്ടോണമി കൊടുക്കുക ആൻഡ് ഡു നോട്ട് അബ്യൂസ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, ലൈക്ക് വിച്ച് ഈസ് അബൌട്ട് നാഷണൽ കമ്മീഷൻ ഫോർ ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. അതിനുള്ള ഷോർട്ട് കോഡായിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് അത് കംഫർട്ടബിൾ ആണെങ്കിൽ പഠിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള രീതിക്ക് ഉണ്ടാക്കാം. ഇത് വലിയ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചാൽ അതിന് ക്വസ്റ്റ്യൻസിൽ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ പഠിക്കാം. പിന്നെ സാമ്പത്തിക കമ്മിറ്റി, ദിസ് കമ്മിറ്റി is very important, which is established in 2005 means which came into force in 2005. നമുക്കൊരു 3 മിനിറ്റ് കൂടി. This committee is also known as National Knowledge Commission. അപ്പൊ നിങ്ങൾ ഇതിന്റെ അൾട്ടർനേറ്റീവ് നെയിം മറന്നുപോയത് സാമ്പത്തിക കമ്മിറ്റി എന്ന് പറയത്തില്ല, നാഷണൽ നോളജ് കമ്മീഷൻ എന്നായിരിക്കും പറയുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട 2 റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞാൽ 1500 യൂണിവേഴ്സിറ്റീസ് ബൈ 2015, 2015 ആവുന്ന സമയത്തേക്കും ഇന്ത്യയിൽ 1500 യൂണിവേഴ്സിറ്റീസ് വേണം. പിന്നെ ഫോറിൻ യൂണിവേഴ്സിറ്റീസിനെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാം, അവർക്ക് അവരുടെ ക്യാമ്പസ് ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള സൗകര്യം എടുക്കാം. ദെൻ it also recommended to reduce the affiliation burden on university. ഞാൻ നേരത്തെ ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അഫിലിയേഷൻ ബർഡൻ. അപ്പൊ മെയിൻ യൂണിവേഴ്സിറ്റിക്ക് എന്താ വരുന്നത്? ഇപ്പൊ കേരള യൂണിവേഴ്സിറ്റി ഉണ്ടെങ്കിൽ കുറെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട് അല്ലേ? അപ്പൊ കേരള യൂണിവേഴ്സിറ്റീസ് തന്നെ ഇതൊക്കെ മാനേജ് ചെയ്യാൻ ഭയങ്കര ബർഡൻ ആണ്. അതുപോലെ തന്നെ അഫിലിയേഷൻ അഫിലിയേറ്റഡ് യൂണിവേഴ്സിറ്റീസിന് സ്വന്തമായിട്ട് ഒരു ഡിസിഷനും എടുക്കാനും പറ്റത്തില്ല, എപ്പോഴും ഡിപ്പെൻഡന്റ് ആയിരിക്കും. Curriculum restructuring for multidisciplinary education. Curriculum restructuring for multidisciplinary education. Curriculum restructure ചെയ്യാം. പിന്നെ യശ്പാൽ കമ്മിറ്റി, ശർമ്മ കമ്മിറ്റി, ഈ ഒരു 3 കമ്മിറ്റിയും കൂടെ ഉള്ളൂ. യശ്പാൽ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ 2009, ഇത് അധികം ഇമ്പോർട്ടന്റ് ആണെന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ ഞാൻ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് നിങ്ങൾ പഠിക്കാം. ഇറ്റ് പ്രപ്പോസ് എ സൂപ്പർ റെഗുലേറ്റർ കമ്മീഷൻ ഫോർ ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് വിത്ത് 7 members, അതായത് ചേർന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൂപ്പർ റെഗുലേറ്ററിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാന്ന് യശ്പാൽ കമ്മിറ്റി പ്രപ്പോസ് ചെയ്തു വിത്ത് 7 members. അപ്പോ ഇത് എന്തിനൊക്കെ സ്ക്രാപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു, UGCനെയും AICTEനെയൊക്കെ സ്ക്രാപ്പ് ചെയ്ത് ഒരു സൂപ്പർ റെഗുലേറ്റർ വന്നാൽ മതി എന്ന് യശ്പാൽ കമ്മിറ്റി പറഞ്ഞു. പിന്നെ അഡ്വക്കേറ്റഡ് സ്ക്രാപ്പിംഗ് ഓഫ് ഡീംഡ് യൂണിവേഴ്സിറ്റി സ്റ്റാറ്റസ്. ഇപ്പൊ ഡീംഡ് യൂണിവേഴ്സിറ്റി സ്റ്റാറ്റസ് ഒക്കെ എടുത്തു മാറ്റി അവരെയൊക്കെ ഫുൾ ഫ്ലെഡ്ജ് യൂണിവേഴ്സിറ്റീസ് ആക്കി മാറ്റാം. അതായത് എല്ലാവരെയും അല്ല, ഡിസേർവിംഗ് നല്ലോണം പെർഫോം ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രം ഒരു യൂണിവേഴ്സിറ്റി സ്റ്റാറ്റസ്, full university status കൊടുക്കാന്ന് പറഞ്ഞു. Then it also recommended reducing affiliation burden in universities. Then introducing a GRE like test for university admission. ഈ GRE എന്ന് പറഞ്ഞാല് അതിന്റെ ഫുൾ ഫോം ജനറൽ, ലൈക് അത് അമേരിക്കൻ, കാനഡ, അമേരിക്ക അങ്ങനെയുള്ള യൂണിവേഴ്സിറ്റീസിലൊക്കെ ഈ അണ്ടർ ഗ്രാജുവേറ്റ് മീൻസ് UG PG പ്രോഗ്രാംസിന് കണ്ടക്ട് ചെയ്യുന്ന ഒരു എൻട്രൻസ് എക്സാം ആണ്. അതുപോലെ യൂണിവേഴ്സിറ്റി അഡ്മിഷൻസിന് GRE ലൈക്ക് ടെസ്റ്റ് എന്ത് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായി, കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ടായി. അതിന്റെ ഫുൾ ഫോം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായി, ബട്ട് ഇപ്പൊ കാണുന്നില്ല, ഞാൻ മറന്നുപോയി. And it also highlighted the need for interdisciplinary learning due to fragmentation in higher education. Interdisciplinary learning ഇവര് കുറച്ചുകൂടി പ്രൊമോട്ട് ചെയ്തു. പിന്നെ സ്ട്രെങ്തനിങ് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം, ഇതിന്റെ ഒരു വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻസിൽ ഒന്നാണ്. കാരണം അണ്ടർ ഗ്രാജുവേറ്റ് എഡ്യൂക്കേഷന് ലൈക്ക് അത് സ്ട്രോങ് ആയിരുന്നാൽ മാത്രമേ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തിട്ട് കാര്യമുള്ളൂ, അങ്ങനെ ഒരു കൺസെപ്റ്റ്. അതാണ് ഫൗണ്ടേഷൻ. ശർമ്മ കമ്മിറ്റി 2003 ഐസേർസ് എസ്റ്റാബ്ലിഷ് ചെയ്തത്. MM ശർമ്മയാണ് ഇതിന്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ. ഐസർ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്,
ഐസർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിട്ടെന്ന് വിശ്വസിക്കുന്നു. അത് എസ്റ്റാബ്ലിഷ് ചെയ്തത് ശർമ്മ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ്. പിന്നെ സ്പെൻഡിങ് 500 crores ആനുവലി ഓൺ ബേസിക് സയൻസ് ആൻഡ് റിസർച്ച്, അതായത് ആനുവലി 500 കോടിയെങ്കിലും ബേസിക് സയൻസ് ആൻഡ് റിസർച്ചിന് മാറ്റിവെക്കണം എന്നും പറഞ്ഞിട്ടുണ്ടായി. ദാറ്റ് ഇസ് അബൌട്ട് ശർമ്മ കമ്മിറ്റി. അപ്പൊ ഐസർ കൊണ്ടുവന്നവരാണ് ശർമ്മ കമ്മിറ്റി. പിന്നെ ലാസ്റ്റ് വൺ ഇസ് ഇതാണ് ലാസ്റ്റ്. ഓക്കെ, ഇനി പേടിക്കണ്ട, ക്ലാസ് തീരാറായി. ഡോക്ടർ അനിൽ കക്കോഡ്കർ കമ്മിറ്റി, അത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാ. പിന്നെ ഇറ്റ് റെക്കമെൻഡഡ് ദാറ്റ് 2% ഓഫ് ഈച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബഡ്ജറ്റ് ഷുഡ് ബി അലോക്കേറ്റഡ് ഫോർ റിസർച്ച്. അതായത് മീൻസ് എല്ലാ യൂണിവേഴ്സിറ്റിയുടെയും ഇൻസ്റ്റിറ്റ്യൂഷൻ ബഡ്ജറ്റിൽ 2% അവർക്ക് കിട്ടുന്ന ഫണ്ടിൽ 2% എന്തിനു മാറ്റി വയ്ക്കണം? റിസർച്ചിന് മാറ്റി വയ്ക്കണം. ദിസ് ഇസ് ഓൾ അബൌട്ട് ടുഡേ. ഇപ്പോ ഇതാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഇതിനകത്ത് എനിക്ക് ഡൗട്ട് ഉള്ളത് 42nd അമെന്റ്മെന്റ്, അത് ഞാൻ ഒന്നുകൂടെ നോക്കിയിട്ട് പറഞ്ഞുതരാം. സോ ഇതാണ് ഇന്നത്തെ ക്ലാസ്. നമ്മൾ ഏകദേശം കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോർഷനൊക്കെ കവർ ചെയ്തു. ഓക്കെ, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ടോ ക്വസ്റ്റ്യനോ ഒക്കെ ഉണ്ടെങ്കിൽ പറയാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾ ക്ലാസ്സിനെ പറ്റി പറ്റുമെങ്കിൽ ഒരു ഫീഡ്ബാക്ക് ഇടണം. കാരണം അതിനനുസരിച്ച് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹലോ, എല്ലാരും ഉറങ്ങിയോ? എടാ, ആരെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്ക്. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ എന്ന് എനിക്ക് അറിയണ്ടേ. ഇനി ഈ പ്രസന്റേഷൻ എടുത്ത് ഈ ഫയൽ എടുത്ത് വീഡിയോ എടുത്ത് ഞങ്ങളൊന്ന് നോക്കണം. എന്താ ഇതെടുത്തിട്ട് ഞങ്ങൾക്ക് കാര്യം പറയാം. ഒന്ന് ഞാൻ വായിച്ച് ഒരു ഷോർട്ട് നോട്ട് ആക്കണം. അപ്പൊ ജസീന അല്ലേ അപ്പൊ ക്ലാസ്സിൽ ഇരിക്കണ? അല്ല, നോട്ടൊന്നും ഇല്ലല്ലോ. നോട്ട് എഴുതും ഞാൻ. ഓക്കെ ഫയൽ നോക്കി ഷോർട്ട് നോട്ട് എഴുതും. ഓക്കെ. അപ്പൊ മെഹറൂഫിനും നന്ദനയ്ക്കും മനീഷിനും ഒന്നും ഡൗട്ട് ഇല്ലല്ലോ? ഓക്കെ, നിങ്ങൾക്ക് ആർക്കും ഡൗട്ട് ഇല്ലെങ്കിൽ നമുക്ക് പിരിയാം. മീൻസ് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മീൻസ് മാക്സിമം നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കാം. ഞാൻ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ. ക്ലാസ് ഓക്കെ ആണോ? നിങ്ങൾ എന്തെങ്കിലും റിപ്ലൈ ചെയ്താ? നിങ്ങൾ എന്തെങ്കിലും പേടിച്ചിരിക്കുന്ന എന്തെങ്കിലും റിപ്ലൈ ചെയ്താ? കാരണം എനിക്കിവിടെ ഒരു കമ്പ്യൂട്ടർ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഓക്കെ, താങ്ക് യു മാം. എല്ലാവരും ഓക്കെ താങ്ക് യു.